പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുക. 780 കോടിയിലധികം വരുന്ന ജനത്തെ സ്പർശിക്കാൻ, തൊടാൻ, അവരെ ഓരോരുത്തരെയും സമീപിക്കുവാൻ നമുക്ക് പ്രാർത്ഥനയ്ക്ക്, സ്തുതിപ്പിന് കഴിവുണ്ട്. സങ്കീർത്തനം 48:10 ദൈവമേ, അങ്ങയുടെ നാമം എന്നതുപോലെ അങ്ങയുടെ സ്തുതികളും ഭൂമിയുടെ അതിരുകളോളം എത്തുന്നു. ഹല്ലേലൂയ. നമ്മുടെ സ്തുതിപ്പ്, യേശുനാമം ഏറ്റുപറയുന്ന പ്രാർത്ഥന, ഇവയെല്ലാം ലോകാതിർത്തികൾ വരെ 780 കോടിയിലധികം ജനങ്ങളിലേക്ക് എത്തിവിടും എന്ന് ദൈവം തീരുമാനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ ഈ ലോക ജനകോടികളെ യേശുവിൻ്റെ കരുണാർദ്ര സ്നേഹത്തോടെ സ്നേഹിക്കുക, അവരുടെ അഭ്യുന്നതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ ആത്മീയ നന്മയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുത്ത് പ്രാർത്ഥിക്കുക, ദൈവ സ്നേഹം കൊണ്ട് നിറയുവാൻ, ദൈവ ഭക്തി കൊണ്ട് നിറയുവാൻ, ദൈവിക ജ്ഞാനം കൊണ്ട് നിറയുവാൻ, ദൈവിക ശക്തി കൊണ്ട് നിറയുവാൻ ലോക ജനകോടികൾക്ക് 210-ലധികം രാജ്യങ്ങളിലെ ഭരണകർത്താക്കൾക്ക്, നാനാജാതി മതസ്ഥർക്ക്, എല്ലാവർക്കും ദൈവാനുഗ്രഹത്തിൻ്റെ അഭിഷേകമുണ്ടാകുവാൻ നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തുതി, യേശുവിന് സ്തുതി, പരിശുദ്ധാത്മാവിന് സ്തുതി, ത്രിയേക ദൈവത്തിന് ആരാധന. ദൈവമേ, അങ്ങേക്ക് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ലൂക്ക 1:46. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എന്നാൽ കർത്താവ് തൻ്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തും. ഹല്ലേലൂയ. ഇപ്പോൾ മുതൽ എല്ലാ തലമുറകളും എന്നെ അനുഗ്രഹീത എന്ന് വിളിക്കും. ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഒരു ദർശനത്തിൽ കർത്താവ് ഇങ്ങനെ വെളിപ്പെടുത്തി, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും വേണ്ടി. പാപികളല്ലാത്ത രണ്ട് വ്യക്തികളെ ഉള്ളൂ. ഒന്ന് യേശു ദൈവപുത്രനായതുകൊണ്ട്, രണ്ട് യേശുവിൻ്റെ അമ്മയായ മറിയം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഓരോ പ്രാവശ്യവും ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ, പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയും ലോകം മുഴുവനും വേണ്ടിയും ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് നീ അപേക്ഷിച്ചു കൊള്ളണമേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിന്. എൻ്റെ കാലുകളെ പാറമേൽ നിർത്തി എൻ്റെ മനത്തെ സുസ്ഥിരമാക്കി. എൻ്റെ കാലുകളെ പാറമേൽ നിർത്തി എൻ്റെ മനത്തെ സുസ്ഥിരമാക്കി. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ കർത്താവിന് സ്തുതികൾ തന്നെ. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ കർത്താവിന് സ്തുതികൾ തന്നെ.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ. രണ്ട് കരങ്ങൾ ഉയർത്തി ഒറ്റവിളി യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിറയണമേ നിറയണമേ ആത്മാവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ. പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം 28:18 മുതലുള്ള വചനങ്ങൾ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ലോക ജനകോടികളോടും ക്രിസ്തീയ വിശ്വാസികളോടും ഇങ്ങനെ പറയുന്നു: സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പോയി സകല ജാതികളെയും ശിക്ഷപ്പെടുത്തുവിൻ. ജാതി ഇംഗ്ലീഷിൽ നേഷൻസ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഒരു തർജ്ജമയിൽ. യേശു സത്യദൈവമാണെന്ന് തിരിച്ചറിയാത്തവരാണ് ജാതികൾ അല്ലെങ്കിൽ നേഷൻസ്. യേശു ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ, മരിച്ചുയർത്തവൻ, സർവശക്തൻ, സർവജ്ഞാനി, ഒരേ സമയത്ത് ലോകം മുഴുവൻ സന്നിഹിതനായിരിക്കുന്നവൻ, മരിച്ചുയർത്ത കർത്താവ് ആത്മാവാണ്. ആ യേശുവിനെ ലോകരക്ഷകനായി, ഏകരക്ഷകനായി, ദൈവപുത്രനായി തിരിച്ചറിയാൻ ഭാഗ്യം കിട്ടാത്തവരാണ് നേഷൻസ്. അതുകൊണ്ട് നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്വം ലോകം മുഴുവനും സന്മനസ്സുള്ള എല്ലാവർക്കും ഈ സത്യം, ഈ സന്ദേശം, ഈ വെളിച്ചം, ഈ വെളിപ്പെടുത്തൽ നാം എത്തിച്ചു കൊടുക്കണം. എങ്ങനെയാണ്? ഓരോരുത്തരും അവരവരുടെ ജീവിത സാക്ഷ്യവും അവനവനെ സ്പർശിച്ച വചനവും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജാതികളെയും ശിക്ഷപ്പെടുത്തുവിൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞവയെല്ലാം അവരെ പഠിപ്പിക്കുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുവിൻ. ഇതാ ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജാതികളെയും ശിക്ഷപ്പെടുത്തണം എന്ന് പറയുമ്പോൾ ദൈവം അസാധ്യമായിട്ടുള്ള ഒരു കാര്യവും പറയുകയില്ല. ഇത് സുസാധ്യമാണെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഈ പ്രേക്ഷിത ദൗത്യം ക്രിസ്തീയ വിശ്വാസികളെ, ക്രിസ്തീയ സഭയെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാനൊരു അനുഭവ സാക്ഷ്യം പറയാം. ഒരിക്കൽ ഞാൻ മിക്കവാറും എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും, സൗദി അറേബ്യ ഉൾപ്പെടെ, വചനപ്രഘോഷണത്തിന് പോകുവാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്, അവസരം കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഒരു രാജ്യത്തിൽ മാത്രം എനിക്ക് തടസ്സം അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ആ തടസ്സവും ദൈവം അറിയാത്ത തടസ്സമല്ല, ദൈവം അറിഞ്ഞ തടസ്സമാണെങ്കിൽ ആ തടസ്സം ഒരു നന്മയ്ക്ക് വേണ്ടി മാറ്റുവാൻ അവിടത്തേക്ക് സാധിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു പ്രത്യേക പ്രാർത്ഥന, 6 മാസത്തിൽ ഓരോ ദിവസവും 6 പ്രാവശ്യം വീതം ഏറ്റു ചെല്ലുന്ന ഒരു പ്രാർത്ഥന. അത്ര കൃത്യം പറയണമെങ്കിൽ അത് പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചതാണെന്നേ ഞാൻ പറയുള്ളൂ. 6 മാസത്തിൽ ഓരോ ദിവസവും 6 പ്രാവശ്യം. എന്ത് 7 പ്രാവശ്യം പാടില്ല എന്ന് ചോദിക്കാം. എനിക്ക് കിട്ടിയ അനുഭവം സാക്ഷ്യപ്പെടുത്തുകയാണ്. ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് ഇങ്ങനെയാണ്: ഒരു ഗൾഫ് രാജ്യത്തിലേ എനിക്ക് തടസ്സം അനുഭവപ്പെട്ടുള്ളൂ, എങ്കിലും എനിക്ക് കർത്താവ് തന്ന പ്രാർത്ഥന ഇങ്ങനെയാണ്: 170 കോടി മുസ്ലിങ്ങളെ, ഓരോരുത്തരെയും എല്ലാവരെയും യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുരക്തക്കടലിൽ മുക്കണമേ, കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ, ദൈവമക്കളാക്കി മാറ്റണമേ. ഹല്ലേലൂയ. ഈ ഒരു പ്രാർത്ഥന എല്ലാ ദിവസവും 6 പ്രാവശ്യം ഞാൻ ചൊല്ലി എന്ന് പറയുമ്പോൾ വളരെ കൃത്യതയോടുകൂടിയാണ് ഞാനത് ഓർത്തിരിക്കുന്നത്. ഈ 6 മാസം കഴിഞ്ഞപ്പോൾ
മാർപ്പാപ്പ അബുദാബിയിൽ വന്നിറങ്ങി. അത് ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ടല്ല, ഗവൺമെൻറ്റുകൾ തമ്മിൽ ആലോചിച്ച് ചെയ്തിട്ടുള്ള കാര്യമാണ്. മാർപ്പാപ്പ വന്നിറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇപ്രകാരം അബുദാബിയിലെ ഭരിക്കുന്ന ഗവൺമെൻറ് ഇങ്ങനെ പ്രഖ്യാപിച്ചു: മാർപ്പാപ്പായുടെ സമ്മേളനത്തിൽ വരാനുള്ള എല്ലാവർക്കും ട്രാവലിംഗ് ടിക്കറ്റ്, ബസ് ടിക്കറ്റോ മറ്റു ടിക്കറ്റോ എല്ലാം ഗവൺമെൻറ് ചെലവിലായിരിക്കും, ഫ്രീ. അതുപോലെ തന്നെ ജോലിയുള്ളവർക്ക് എല്ലാവർക്കും ശമ്പളത്തോടുകൂടി അവധി, മാർപ്പാപ്പായുടെ സമ്മേളനത്തിൽ വരാനുള്ളവർക്ക്. ഇനി മൂന്നാമത്, ആ സമ്മേളനത്തിൽ വരുന്ന എല്ലാവർക്കും ഒരു പൊതി നല്ല ഭക്ഷണം ഷെയ്ക്കിൻ്റെ വകയായിട്ട്. പ്രൈസ് ദി ലോർഡ്. ഇത് പോരെങ്കിൽ മാർപ്പാപ്പ തിരിച്ചു പോകുമ്പോൾ അബുദാബിയിലെ ഷെയ്ഖ് ഇങ്ങനെ പ്രഖ്യാപിച്ചു: ഗവൺമെൻറ് ചെലവിൽ ഒരു പള്ളി ഫ്രീ ആയിട്ട് പണിത് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത്രയും ആനുകൂല്യങ്ങൾ കിട്ടിയത് എൻ്റെ പ്രാർത്ഥന കൊണ്ടാണെന്ന് ഞാൻ അവകാശപ്പെടുകയല്ല, ഇങ്ങനെ സംഭവിച്ചു എന്നേ ഞാൻ പറയുന്നുള്ളൂ. എന്നാൽ മാർപ്പാപ്പ പോയി കഴിഞ്ഞ് പിറ്റേ ആഴ്ച ആ രാജ്യത്തിൽ പള്ളി നിറച്ച ആൾക്കാരോട് പ്രസംഗിക്കുവാൻ ഔദ്യോഗിക ക്ഷണം കിട്ടി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഓരോ തടസ്സത്തിൻ്റെ പിന്നിലും, ഓരോ കുരിശിൻ്റെ പിന്നിലും, ഓരോ ദുഃഖവെള്ളിയുടെ പിന്നിലും ദൈവത്തിനെന്തോ നമ്മോട് സംസാരിക്കാനും നമ്മെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാനും ആ രാജ്യവും ആ രാജ്യങ്ങളുമെല്ലാം നമ്മുടെ പ്രാർത്ഥന വഴി പുതിയ അഭിഷേകത്താൽ നിറയ്ക്കുവാനും ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവരായ നമ്മളെ ഉപയോഗിക്കുന്നു. എപ്പോഴാണ് നമ്മളെ ദൈവം തിരഞ്ഞെടുത്തതെന്ന് എഫേസസ് 1:4 പറയുന്നത് നമ്മളിൽ ഭൂരിപക്ഷം പേർക്കും പരിചയമുണ്ട്. എഫേസസ് 1:4 പറയുന്നു: ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെയുള്ള സ്നേഹത്താൽ പിതാവായ ദൈവം നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. നമ്മൾ യാദൃച്ഛികമായിട്ട് ക്രിസ്ത്യാനിയായതല്ല. ദൈവത്തിൻ്റെ അനന്ത സ്നേഹം നമ്മെ ക്രിസ്തീയ വിശ്വാസം പരിശുദ്ധാത്മാവിലൂടെ നൽകി, നമുക്ക് ആനന്ദം നൽകി, പ്രത്യാശ നൽകി, നമ്മെ ഉണർത്തി നിർത്തുന്നു, ഉയർത്തി നിർത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, പോട്ട ദൈവവചന ശുശ്രൂഷ 1987 തുടങ്ങുമ്പോൾ അന്ന് പോട്ടെ ആശ്രമത്തിൽ ഞാൻ കാലത്ത് പള്ളിയിലുള്ള കുർബാനയ്ക്കും ഞായറാഴ്ച കുർബാനയ്ക്കും വരുന്നത് കൂടാതെ അവിടെ ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലുമൊക്കെ വരുന്നത് എന്തിനാണെന്നറിയാവോ? അല്പം സഹായം, സാമ്പത്തികം. ഒന്നെങ്കിൽ വീട്ടിൽ കടമുണ്ട്, വീട് പണിയാൻ സഹായം, പിന്നെ മക്കളെ കെട്ടിച്ചു വിടാൻ സഹായം. സാമ്പത്തിക സഹായത്തിന് മാത്രമാണ് ആ കാലത്ത് ആൾ വന്നിരുന്നത്. എന്നാൽ പോട്ടയിൽ ദൈവം ഒരു പുതിയ ശുശ്രൂഷ തുടങ്ങിയാണ്, പല തകർച്ചയുമായിട്ട് വരുന്നവർക്കൊരു കൗൺസിലിംഗ് കൊടുക്കാനായിട്ട്. അപ്പോൾ അനേകം ഭാര്യമാർ മദ്യപാനിയായ ഭർത്താവിനെയും കൊണ്ട് വരും. അവരൊരുപാട് പ്രാർത്ഥിച്ച് മടുത്തിട്ടാണ് വരുന്നത്. മദ്യപാനം മാറ്റണമേ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അല്പം കൂടുതൽ കുടിക്കുന്നേ ഉള്ളൂ, ഉപവസിക്കുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ, പിശാച് ഇളകുന്നേ ഉള്ളൂ, വിട്ടുപോകുന്നില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവ് പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ഒരു അമ്മ പറഞ്ഞു കൊടുക്കുന്നത് പോലെ, ഒരു അപ്പൻ പറഞ്ഞു കൊടുക്കുന്നത് പോലെ വ്യക്തിപരമായിട്ട് ഇങ്ങനെ പറഞ്ഞു തന്നു: മദ്യപാനം മാറ്റണമേ, ഈ കുരിശ് മാറ്റണമേ, ആ പ്രശ്നം മാറ്റണമേ എന്നല്ല നിങ്ങൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കേണ്ടത്. ഈ സഹനത്തെ ഓർത്ത്, മദ്യപാന തകർച്ചയെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇനി ദുഃഖിച്ച് സമയം കളയുകയില്ല, സ്തുതിച്ച് ദുഃഖം അകറ്റും, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. മാത്രമല്ല ഇതുപോലെയുള്ള 1000 മദ്യപാനി കുടുംബങ്ങളെയും കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ സ്നേഹത്തിൽ വളരും. അല്ലെങ്കിലോ സ്വാർത്ഥത, എൻ്റെ കുടുംബം, എൻ്റെ വീട്, ഞങ്ങളുടെ പ്രശ്നം, അതിൽ കുടുങ്ങിക്കഴിയും. അതുകൊണ്ട് കർത്താവ് പഠിപ്പിച്ചു, അത് നിങ്ങളുടെ ഈ പ്രശ്നമോ മറ്റേതെങ്കിലും പ്രശ്നമാണെങ്കിൽ അത് മാറ്റാനും രൂപാന്തരപ്പെടുത്താനും കഴിവുള്ളവനാണ് ഞാൻ, ഇതെല്ലാം അറിയാവുന്നവനാണ് ഞാൻ. നിങ്ങൾ എനിക്ക് അങ്ങനെ ഉപദേശമൊന്നും തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കുരിശുകളെ ഓർത്ത്, സഹനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് ദുഃഖമകറ്റണം, സ്തുതിച്ച് പരിശുദ്ധാത്മാവോട് നിറയണം, എല്ലാവരോടും ക്ഷമിച്ച് സ്തുതിച്ച് ഇതുപോലെ തകർച്ചയുള്ള അനേകായിരങ്ങളെ പരിശുദ്ധാത്മാവോട് നിറയ്ക്കണമേ. തിരുരക്തം കൊണ്ട് കഴുകി അവരുടെ പാപം തിരുരക്തം കഴുകിക്കളയും. 1 യോഹന്നാൻ 1:7 ദൈവപുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും കഴുകി മാറ്റും.
വചനവും കൂടി ഏറ്റു പറഞ്ഞാൽ കുറേ കൂടി ശക്തിയുണ്ട്. അപ്പം തിരുരക്തം കൊണ്ട് കഴുകണമേ. മനുഷ്യരെല്ലാവരും പാപികളാണ്. പാപത്തിൽ ഒളിഞ്ഞിരിക്കുന്ന പിശാച് ഇടയുണ്ട്. ആ പിശാച് വീണ്ടും വീണ്ടും ദുഷിച്ച ചിന്തയും കുറ്റം വിധിയും വെറുപ്പും ദേഷ്യവും കുത്തിവെച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ പിശാച് പുറത്തു പോകണമെങ്കിലും തിരുരക്തത്തിൻ്റെ അഭിഷേകം വേണം. വെളിപാട് 12:11 കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടുമാണ് ശത്രുവിനെ കീഴ്പ്പെടുത്തുക. കുഞ്ഞാടിൻ്റെ രക്തം, തിരുരക്തം കൊണ്ട് അവരെ കഴുകണമേ, തിരുരക്തക്കടലിൽ മുക്കണമേ, കഴുകണമേ, തിരുരക്തം കൊണ്ട് പൊതിയണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ഈ പ്രാർത്ഥന ദൈവം പരിശുദ്ധാത്മാവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ഒരിക്കലും സൊമാലിയ എന്ന രാജ്യത്തിൽ ഒരു ബസ് നിറച്ച ആൾക്കാർ ക്രിസ്മസ് ആഘോഷിക്കാൻ കെനിയക്കാരാണ്, അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഭീകരപ്രവർത്തകർ അവരെ കണ്ടു, എല്ലാത്തിനെയും വെടിവെച്ചു കൊന്നു. അപ്പോൾ അന്ന് തൊട്ട് പരിശുദ്ധാത്മാവ് എനിക്കൊരു പ്രാർത്ഥന നൽകി. ഞാൻ കണ്ടുപിടിച്ച പ്രാർത്ഥന എന്ന് പറയാൻ പറ്റില്ല. പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇങ്ങനെ പ്രാർത്ഥിക്കുക: സൊമാലിയായെ തിരുരക്തക്കടലിൽ മുക്കണമേ, കഴുകണമേ. എപ്പോഴുമല്ല, വല്ലപ്പോഴുമൊക്കെ എന്ന് പറഞ്ഞാൽ പലപ്പോഴും പരിശുദ്ധാത്മാവ് ആ പ്രാർത്ഥന ഓർപ്പിച്ചു തരും. സൊമാലിയായെ, ആ രാജ്യത്തെ തിരുരക്തക്കടലിൽ മുക്കണമേ, കഴുകണമേ. പലപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു. പിറ്റേ കൊല്ലം ക്രിസ്മസിന് ഇതുപോലെ ഒരു ബസ് നിറച്ച് ആൾക്കാർ വരുമ്പോൾ അവരെ വെടിവെക്കാൻ ഭീകരപ്രവർത്തകർ വന്നു. ഉടനെ മുസ്ലിങ്ങളെ ഓടി എരച്ച് കയറി വന്ന് അവരുടെ മുമ്പിൽ നിന്ന് പറഞ്ഞു, ആദ്യം ഞങ്ങളെ വെടിവെക്ക്. അപ്പോഴത്തേക്ക് അവർ ഭീകരപ്രവർത്തകർ ഇട്ടിട്ട് പോയി. അപ്പോൾ ആ രാജ്യത്തെ അനേകം പൗരന്മാരെ തിരുരക്തം കൊണ്ട് കഴുകുക എന്ന അഭിഷേകത്തിലേക്ക് പരിശുദ്ധാത്മാവ് നയിച്ചു. ഒരു രാജ്യത്തെ തന്നെ, ഇപ്പോൾ ഭാരതത്തെ 139 കോടി ജനത്തെ, ഓരോരുത്തരെയും എല്ലാവരെയും യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുരക്തക്കടലിൽ മുക്കണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വർഷിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ മനുഷ്യാവതാരം, യേശുവിൻ്റെ പീഡാനുഭവം, യേശുവിൻ്റെ കുരിശുമരണം, യേശുവിൻ്റെ ഉയർപ്പ്, യേശുവിൻ്റെ മുഴുവൻ ജീവിതത്തിൻ്റെ യോഗ്യത എന്നർത്ഥം. യേശുവിൻ്റെ നാമത്തിൻ്റെ യോഗ്യത. അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം, യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും കോടാനുകോടി മക്കളുടെ മേൽ വർഷിക്കണമേ. ദൈവത്തിന് വളരെ ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണ്. ഭാരതം മുഴുവനും വേണ്ടി, കേരളത്തിൽ മലയാളികളായി 3 കോടി ജനങ്ങൾക്ക് വേണ്ടി തിരുരക്തക്കടലിൽ മുക്കണമേ, കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൻ്റെ അനന്തയോഗ്യതയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വർഷിക്കണമേ. പ്രിയപ്പെട്ടവരെയും, യേശുവിൻ്റെ നാമത്തിൻ്റെ അനന്തയോഗ്യത എന്ന് പറയുമ്പോൾ യേശു കേവലം മനുഷ്യനല്ല, ദൈവമാണ്. നമുക്കെല്ലാവർക്കും വേണ്ടി സ്വയം ശൂന്യവൽക്കരണം ചെയ്ത് ദൈവത്തോടുള്ള തുല്യത വേണ്ട എന്ന് വെച്ച് ആകൃതിയിൽ മനുഷ്യനായി പീഡയനുഭവിച്ച് കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ വ്യക്തിയാണ്. ആ യേശുവിൻ്റെ മുഴുവൻ ജീവിതത്തിൻ്റെ യോഗ്യത എന്ന് പറഞ്ഞാൽ അനന്തമാണ്. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൻ്റെ അനന്ത യോഗ്യതയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വർഷിക്കണേ. അത് ക്രിസ്ത്യാനികൾക്ക് മാത്രം പോരാ, എല്ലാ മതക്കാർക്കും നമ്മൾ ഈ അനുഗ്രഹം മേടിച്ചു കൊടുക്കണം. ഭരണകർത്താക്കൾക്കും നേതാക്കന്മാർക്കും 200 രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അവരുടെ 20,000 നേതാക്കൾ അല്ലെങ്കിൽ 2 ലക്ഷം നേതാക്കൾ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചോ, നമ്മൾ പറയുന്ന എണ്ണം കർത്താവ് മാനിക്കും. അത്രയും പേർക്ക് തിരുരക്തത്തിൻ്റെ കഴുകൽ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, ദൈവസ്നേഹ അനുഭവം ഇതെല്ലാം കൊടുക്കും. ആന്തരിക സൗഖ്യം കൊടുക്കും. അപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കാൻ പോവില്ല. ഈ ആന്തരിക സൗഖ്യം ഇല്ലെങ്കിൽ, കുട്ടിക്കാലത്ത് ഏതെങ്കിലും ദുരനുഭവം ഉണ്ടെങ്കിൽ അത് വെച്ച് മറ്റുള്ളവർക്കിട്ട് നമ്മൾ വഴക്കുണ്ടാക്കും. കാരണം ആന്തരിക സൗഖ്യം കിട്ടാത്തതാണ്. ഒരുപക്ഷെ നിന്ദനമോ അവഗണനയൊക്കെ കിട്ടിയ കാര്യം അതിന് പകരം പെട്ടുന്നത് വേറൊരാളോടായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 139 കോടി ജനം, പാകിസ്ഥാനിലെ 21 കോടി ജനം, അഫ്ഗാനിസ്ഥാനിലെ ഏതാണ്ട് 4 കോടി ജനം എന്നൊക്കെ പറയുമ്പോൾ കർത്താവിന് കേൾക്കുന്ന ഇഷ്ടമാണ്. കാരണം കർത്താവ് സൃഷ്ടിച്ച മക്കളാണ് എല്ലാം. ആരും അവിടത്തേക്ക് വേണ്ടാത്തവരില്ല. ബംഗ്ലാദേശിൽ 16 കോടി ജനം, അപ്പോൾ അവരെ തിരുരക്തം കൊണ്ട് കഴുകണമേ. ശ്രീലങ്കയിൽ 2 കോടി ജനം, അമേരിക്കയിൽ, വടക്കേ അമേരിക്ക, USA 33 കോടി ജനം. ഓരോരുത്തരെയും എല്ലാവരെയും യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ഇത് കേൾക്കാൻ ദൈവം കാത്തിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ കാരണം?
2 പത്രോസ് 3:9 പറയുന്നു, ഒരാൾ പോലും നശിച്ചു പോകാതെ, ഒറ്റയാൾ പോലും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷ പ്രാപിക്കണം, അതിനവർ അനുദപിക്കണം, അനുതാപം കൊടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഓരോ ബൈബിളിലെ ഓരോ വചനത്തിനും വലിയ അർത്ഥമുണ്ട്. ഒരാൾ പോലും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ നമ്മളും അതുപോലെ തന്നെ ചിന്തിക്കണം, ആഗ്രഹിക്കണം. അങ്ങനെ നമ്മൾ യേശുവിനെ പോലെയാകും, യേശുവിനെ പോലെ ചിന്തിക്കും, യേശുവിനെ പോലെ പ്രാർത്ഥിക്കും. നമ്മുടെ സഹനം യേശുവിൻ്റെ കുരിശുമരണത്തോട് ചേർത്ത് കാഴ്ചവെക്കുമ്പോൾ ഈ പാവപ്പെട്ട നമ്മുടെ സഹനത്തിനും അനന്തയോഗ്യത, ഈശോയുടെ കുരിശുമരണത്തിൻ്റെ അനന്തയോഗ്യതയോട് ചേർത്ത് ഇന്ന് വരെയുള്ള സഹനം, ഇപ്പോഴുള്ള സഹനം, മരണം വരെയുള്ള സഹനം ഇതാ അബാപിതാവിന് കാഴ്ചവെക്കുകയാണ്. എന്തിന്? റഷ്യയുടെ മാനസാന്തരം, 16 കോടി ജനം, യൂറോപ്പിൻ്റെ മനസ്സാന്തരം, മാറി മാറി ഓരോ രാജ്യങ്ങളും നമ്മൾ പറഞ്ഞു പ്രാർത്ഥിക്കാം. കാരണം എന്താണെന്നറിയാവോ? ലോകം മുഴുവൻ സുവിശേഷം എത്തിക്കണമെന്നുള്ളത് ദൈവ തിരുമനസ്സാണ്. ഒരാൾ പോലും നശിച്ചു പോകരുത്. അതാണ് ദൈവത്തിൻ്റെ അനന്ത സ്നേഹം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നമ്മളും അങ്ങനെ ആഗ്രഹിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവൻ യേശുവിൻ്റെ തിരുരക്തത്താൽ കഴുകപ്പെടണമേ. ദിവസത്തിൽ ഏതാനും പ്രാവശ്യമെങ്കിലും പ്രാർത്ഥിക്കാമല്ലോ. ലോകമെമ്പാടുമുള്ള, ഇപ്പം നമ്മൾ കരുണക്കൊന്തയൊക്കെ ചെല്ലുമ്പോൾ അങ്ങനെ ചൊല്ലി പരിശീലിച്ചിട്ടുണ്ട്. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും എല്ലാ മതക്കാരുടെ മേലും നിരീശ്വരന്മാരുടെ മേലും എല്ലാവരുടെ മേലും കരുണയായിരിക്കണേ. ആ പ്രാർത്ഥന അല്പം കൂടെ നമ്മൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാം. ഓരോരുത്തരെ എല്ലാവരെയും യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ 12 ഫലങ്ങൾ, 7 ദാനങ്ങൾ, 9 വരങ്ങൾ, 9+9 എന്ന് പറഞ്ഞാൽ വേറെയും വരങ്ങളുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പറയുമ്പോൾ സ്വർഗപിതാവ് ആനന്ദിക്കും, സ്വർഗം മുഴുവൻ ആനന്ദിക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തെങ്കിലും ഈ ലോകത്തിലെ നക്കാപ്പിച്ച് അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ല, എല്ലാവരുടെയും ആത്മരക്ഷ, നിത്യരക്ഷ അത് ദൈവം ആഗ്രഹിക്കുന്നു. ലൂക്ക 3:6 പറയുന്നു, എല്ലാവരും രക്ഷ പ്രാപിക്കണം, എല്ലാവരും രക്ഷ പ്രാപിക്കണം. ഹല്ലേലൂയ. ഇത് പിതാവായ ദൈവത്തിന്റെ അഭീഷ്ടമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. സുവിശേഷവൽക്കരണം ശക്തിയോടെ കടന്നു വന്നത് 12 അപ്പസ്തോലന്മാര് പന്തക്കുസ്താ ദിവസം അമ്മയോടുകൂടെ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ ശേഷം അവരുടെ പഴയ ഈ കുറവുകളൊന്നും തലപൊക്കുന്നില്ല. അവരെല്ലാവരും ധീര രക്തസാക്ഷികൾ ആകാനുള്ള ഒരുക്കത്തോടെ, ദൈവിക ജ്ഞാനത്തോടെ, പ്രവാചക ശക്തിയോടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പണ്ടാണെങ്കിൽ പേടിത്തൊണ്ടന്മാരെ പോലെ അവർ ഓടും, സ്ഥാനം മാനം ഇതിനു വേണ്ടി വഴക്കുകൂടും, ഇതെല്ലാമാണ്. എന്നാൽ അതെല്ലാം മാറ്റം വന്നു എപ്പോൾ? പന്തക്കുസ്താ ദിവസത്തിൽ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞപ്പോൾ. അതുകൊണ്ട് ഈശോ അവരോട് പറഞ്ഞു, നിങ്ങൾ ജെറൂസലം വിട്ട് പോകരുത്, അവിടെ തല്ലും ചതയൊക്കെ ഉണ്ടായെന്നിരിക്കും, നിങ്ങളുടെ സഹനസ്ഥലം വിട്ട് പോകരുതെന്ന് വ്യാഖ്യാനമാണ് ഞാൻ ഇടയ്ക്ക് പറയാറുള്ളത്. ജെറൂസലേമിൽ വെച്ചാണ് എല്ലാ പ്രവാചകന്മാരും കൊല്ലപ്പെട്ടത്. യേശു ഉൾപ്പെടെയുള്ള ദൈവപുത്രൻ ഏറ്റവും വലിയ പ്രവാചകനും കൊല്ലപ്പെട്ടത് അവിടെയാണ്. അവിടെ തന്നെയാണ് അവിടുന്ന് മഹത്വപൂർണനായി ഉയർത്തെഴുന്നേറ്റതും. ഓരോ സഹനത്തിന് ശേഷം, ഓരോ ദുഃഖവെള്ളിക്ക് ശേഷം ഉയർപ്പുണ്ട് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാഭിഷേകം, ദൈവിക ജ്ഞാനം കൂടുതലായിട്ട് കിട്ടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ നാനാജാതി മതസ്ഥരുടെ, ക്രിസ്ത്യാനികൾ മാത്രമല്ല എല്ലാവരുടെയും രക്ഷ കാക്ഷിക്കുന്നവരാണ്, ആഗ്രഹിക്കേണ്ടവരാണ്. അതിനാൽ നിങ്ങൾ എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തണം. അതിൻ്റെ ആരംഭമാണ് ജോവേൽ പ്രവാചകനിൽ പറഞ്ഞിരിക്കുന്ന 2:17 പ്രാർത്ഥന. അവിടുന്ന് കർത്താവ് അരുളി ചെയ്യുന്നു, അന്ത്യനാളുകളിൽ ഇത് സംഭവിക്കും, എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഇപ്പം നമുക്ക് ഓർത്തിരിക്കാം, 870 കോടി ജനം, ഭാരതത്തിലെ 139 കോടി ജനം, അമേരിക്കയിലെ 33 കോടി ജനം. അതെനിക്ക് പറയാൻ കൂടുതൽ താല്പര്യമുള്ളത്, 34 പ്രാവശ്യം ഞങ്ങൾ അമേരിക്കയിൽ ധ്യാനിപ്പിക്കാൻ വിട്ടിട്ടുണ്ട്. ഞങ്ങൾ ചെന്ന ശേഷം ഒരു ധ്യാനമന്ദിരം ദൈവകാരുണ്യത്താൽ ന്യൂജേഴ്സിയിൽ
നന്നായിട്ട് പ്രവർത്തിക്കുന്നു. ഒന്നുകൂടെ ഫ്ലോറിഡയിൽ തുടങ്ങുന്നു, വിൻസെൻഷ്യൻ സഭയുടെ വക. അപ്പം ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പദ്ധതി ഉണ്ടായിരുന്നു തുടർച്ചയായിട്ട് അമേരിക്കയിലേക്ക് അയക്കുമ്പോൾ. അതുകൊണ്ട് എന്നും തന്നെ ഞാൻ ഓർക്കും, 33 കോടി ജനം, ഒരുപക്ഷെ ഒരു 3 ലക്ഷം 6 ലക്ഷം നേതാക്കന്മാർ, തിരുരക്തക്കടലിൽ മുക്കണമേ, കഴുകണമേ, പരിശുദ്ധാത്മാവുകൊണ്ട് നിറയ്ക്കണമേ. തൊട്ടടുത്ത രാജ്യമാണ് കാനഡ, 3 കോടി ജനം, അവിടുത്തെ ഒരു 30,000 3 ലക്ഷം നേതാക്കന്മാർ. ഓരോ ദിവസവും ഓർത്ത് പറയാനൊന്ന് പരിശ്രമിക്കുക. എല്ലാ ദിവസവും പറ്റാറില്ല, എങ്കിലും പലപ്പോഴും ആവർത്തിച്ച് പറയാറുണ്ട്. അതുപോലെ തന്നെ മെക്സിക്കോ, ഞങ്ങൾ പോകുമ്പോൾ 13 കോടി ജനമാണ്. ഞങ്ങൾ 1993-ലും 94-ലും 95-ലും മെക്സിക്കോ USA തൊട്ടടുത്ത രാജ്യം ധ്യാനിപ്പിക്കാൻ പോയിട്ടുണ്ട്, ഇടവകളിലൊക്കെ. ഗാദലൂപ്പെ ഒരു വളരെ പ്രത്യേകമായ പ്രതിപാദനം അല്ലെങ്കിൽ വിശദീകരണം അറിയിക്കുന്ന ഒരു സ്ഥലമാണ്. 1533 പരിശുദ്ധ അമ്മ ഒരു കൃഷിക്കാരൻ, കൃഷിഫലൻ അല്ലെങ്കിൽ കൂലിപ്പണിക്കാരൻ എന്ന് വേണമെങ്കിൽ പറയായിരിക്കും, അദ്ദേഹം ക്രിസ്ത്യാനിയാണ്. അയാളുടെ അമ്മാവൻ മരിക്കാൻ കിടക്കുക. അപ്പോൾ ഒരു അച്ഛനെ പ്രാർത്ഥിക്കാൻ വിളിക്കാൻ പോകുന്ന വഴി ഇതാ ആകാശത്തിൽ നിന്നൊരു പ്രകാശം താഴോട്ട് അവൻ്റെ മുമ്പിലോട്ട് ഇറങ്ങി വന്നു. എന്നിട്ട് കാണുന്ന ഒരു സ്ത്രീരൂപമാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ യേശുവിൻ്റെ അമ്മയായ മറിയമാണ്, നീ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. ഇവിടുത്തെ ബിഷപ്പിൻ്റെ അടുത്ത് ചെന്ന് ഒരു കാര്യം പറയണം. ഇവിടെ ഒരു ദേവാലയം നിർമ്മിക്കാൻ യേശുവിൻ്റെ അമ്മ ആവശ്യപ്പെടുന്നു. നീ എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുകയില്ല, സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് ഒരു അടയാളം ഇതായിരിക്കും, മരിക്കാറായി കിടക്കുന്ന നിൻ്റെ അമ്മാവൻ നീ ചെല്ലുമ്പോൾ പൂർണ്ണ സൗഖ്യവാനായി കാണപ്പെടും. അവൻ തിരിച്ചു ചെന്നപ്പോൾ അതുപോലെ കണ്ടു, വലിയ സന്തോഷമായി. പിറ്റേ ദിവസം ബിഷപ്പ് ഹൗസിൽ പോയി ഏതാണ്ട് കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ കാത്തു നിന്നിട്ടാണ് പ്രവേശനം കിട്ടിയെന്നാണ് അന്നത്തെ ഒരു പുസ്തകത്തിൽ വായിച്ചത്. എങ്കിലും കിട്ടി. പറയാനുള്ളത് അവൻ പറഞ്ഞു. ബിഷപ്പും അച്ഛന്മാരും മാന്യമായിട്ട് പെരുമാറിയെന്നാണ് പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പള്ളി പണിയാൻ ഈ കാര്യം പോരാ. നിനക്ക് നിൻ്റെ അമ്മാവൻ രോഗിയായിരുന്നോ, സുഖപ്പെട്ടോ, ഇതൊന്നും ഞങ്ങൾക്കറിയത്തില്ല. അതിൻ്റെ പേരിൽ പള്ളി പണിയാൻ പറ്റുകയില്ല. അതുകൊണ്ട് നീ അതിനേക്കാൾ നല്ല അടയാളങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടിയാലേ പറ്റുള്ളൂ. അവനാകപ്പാടെ വിഷമിച്ചു പോയി, വളരെ ഒരുങ്ങി വന്നതല്ലേ. അവൻ വേറൊരു വഴിക്കൂടെ തിരിച്ചു പോയെന്നാണ് പറയുന്നത്. ആ സ്ത്രീ വീണ്ടും പ്രത്യക്ഷപ്പെട്ടാലോ എന്ന് പേടിച്ചു. എങ്കിലും ആ സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു, പറഞ്ഞു, നീ ഒരിക്കൽ കൂടെ എനിക്ക് വേണ്ടി പോകണം. അപ്പോൾ നീ വീണ്ടും നിന്നോട് അടയാളം ചോദിക്കും. ഈ തൊട്ട് കാണുന്ന മലയുടെ മുകളിൽ നീ കയറണം. അവിടെ ധാരാളം പൂക്കൾ കാണും. വലിയ രാജ്യമായ മെക്സിക്കോയിൽ ഒരിടത്തും പൂക്കളില്ലാത്ത കാലമാണ്. നീ ആ പൂക്കൾ ശേഖരിച്ച് ബിഷപ്പിന് കൊണ്ടുപോയി കൊടുക്കണം. അവൻ മല കയറി. അവൻ ഒരു കരുതലുമില്ലാതെയാണ് കയറിയത്. പുഷ്പങ്ങൾ കണ്ടു. അവൻ പുഷ്പങ്ങൾ അവൻ്റെ മേൽമുണ്ടിൽ പൊതിഞ്ഞ് നേരെ ബിഷപ്സ് ഹൗസിലേക്ക് പോയി. ബിഷപ്പിനെ കണ്ടു. അവൻ്റെ പാണ്ഡം താഴോട്ടിട്ടു, അല്ലെങ്കിൽ പുഷ്പം. അത് സ്പെയിൻകാരനായ ആ ബിഷപ്പിൻ്റെ നാട്ടിൽ മാത്രം ഉണ്ടാകുന്ന പൂക്കളായിരുന്നു. ബിഷപ്പ് സുമറാഗോ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ. അദ്ദേഹത്തിന് ഇത് തള്ളിക്കളയാൻ പറ്റിയില്ല. 5000 പേർക്ക് ഇരിക്കാവുന്ന ഒരു ബസിലിക്ക അവിടെയുണ്ട്. എല്ലാ മണിക്കൂറിലും ദിവ്യബലിയുണ്ട്. ഈ കൊറോണ കാലത്തെ കാര്യമൊന്നും എനിക്കറിയത്തില്ല. 1000 പേർക്ക് ഇരിക്കാവുന്ന വരാറുണ്ട്. ഇതല്ല ഞാൻ പ്രത്യേകമായിട്ട് എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നത്. ഞങ്ങൾ 3 പ്രാവശ്യം ധ്യാനിപ്പിക്കാൻ പോയി. എന്നിട്ട് കർത്താവ് ഞങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി. പിറ്റേ കൊല്ലവും ഞങ്ങൾ അമേരിക്കയിൽ ധ്യാനിപ്പിക്കാൻ വരുന്നുണ്ട്. നിങ്ങളെ വിളിച്ചിട്ടില്ലെങ്കിലും ഒന്നുകൂടെ പോകണം. അവിടെ പോയി 3 ദിവസം ചെലവഴിക്കാൻ. അപ്പം ഞങ്ങൾ 3 പേരുണ്ട്. ഒരാൾക്ക് എതിര് വന്നു, എങ്കിലും നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അവിടെ ചെന്നു. വീണ്ടും ആ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. ഞങ്ങൾ ചെല്ലുന്നെന്ന് കേട്ടപ്പോൾ അവിടെയുള്ള മലയാളി വിളിച്ച് പറഞ്ഞു, നിങ്ങളുടെ സകല ചെലവും ഞങ്ങൾ എടുത്തോളാം, അതുകൊണ്ട് നിങ്ങൾ പോരെ. അദ്ദേഹം പോകേണ്ട സ്ഥലത്തിലെ സ്പാനിഷ് ഭാഷയാണ്, അയാൾക്ക് സ്പാനിഷ് അറിയാം. 3 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോൾ ഒരു ചോദിച്ചു, നീ എന്തിനാ ഈ 4ാമത് വെറുതെ വന്നത്? അപ്പോൾ ഒന്നുമില്ല, ഉത്തരം കിട്ടുന്നില്ല. അപ്പോൾ അവസാനമായിട്ട് അവിടെ ഒരു ബുക്ക് സ്റ്റാളിൻ്റെ അടുത്ത് ഞങ്ങൾ നിൽക്കുക. ഞാൻ ചോദിച്ചു, അവിടെ സ്പാനിഷ് പുസ്തകമാണ്, ഇംഗ്ലീഷ് പുസ്തകം ഉണ്ടോയെന്ന് ചോദിച്ചു. ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 3 എണ്ണം, ഞങ്ങൾ 3 പേരുണ്ട്, 3 എണ്ണം വേണമെന്ന് പറഞ്ഞു. 3 എണ്ണം മേടിച്ചു പോയി. ഞങ്ങൾ താമസിപ്പിക്കുന്ന ഹോട്ടലിലാണ്. അത് വായന തുടങ്ങി. വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പടി കഴിഞ്ഞപ്പം കാര്യം മനസ്സിലായി. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം 10 കൊല്ലങ്ങൾക്കുള്ളിൽ 90 ലക്ഷം പേര് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു. അത്രമാത്രം പരിശുദ്ധാത്മാഭിഷേകം മരിയൻ അപ്പരീഷൻ ഉള്ള സ്ഥലത്തെല്ലാം ഉണ്ട്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത വഴി
സാന്നിധ്യം വഴി പരിശുദ്ധാത്മാഭിഷേകം, അതുവഴി ജീവിത നവീകരണം, അതോടൊപ്പം യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് തിരിച്ചറിയുന്ന മഹാവലിയ കൃപ. ഇത് മരിയൻ മാതാവിൻ്റെ അപ്രീഷൻ നടന്ന എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാഭിഷേകം, അതിൻ്റെ തുടർ ഫലങ്ങളായിട്ടുള്ള അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികൾ, ഇതെല്ലാം കണ്ട് അവിശ്വാസികളും നിരീശ്വരന്മാരും മാനസാന്തരപ്പെടുന്നു. ലൂർദിലും ഫാത്തിമായിലും മെജുഗോറിയിലും എല്ലാം വാരിക്കോരിയാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഓരോ കാലഘട്ടത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇന്ത്യയിൽ, സൗത്ത് ഇന്ത്യയിൽ വേളാങ്കണ്ണിയിലും വല്ലാർപാടത്തും മറ്റെല്ലാ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിലും എല്ലാം ഇതുപോലുള്ള അഭിഷേകം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ചുള്ള വചനപ്രഘോഷണം കഴിയുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, കുറേ പേർക്ക് ആന്തരിക സൗഖ്യം കിട്ടിയെന്ന് സാക്ഷ്യപ്പെടുത്തും, ശാരീരിക രോഗശാന്തി കിട്ടിയെന്ന് സാക്ഷ്യപ്പെടുത്തും, ജീവിത പരിവർത്തനം. ഇതുപോലെ തന്നെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പ്രസംഗിക്കുന്ന അവസരത്തിലും പിതാവായ ദൈവം കേൾവിക്കാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നതുകൊണ്ട് ജീവിത നവീകരണവും, നോൺ ക്രിസ്ത്യൻസ്, ഒരിക്കലും ക്രിസ്തീയ വിശ്വാസമില്ലാതിരുന്നവർ ക്രിസ്തുവിനെ ദൈവമായി സ്വീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, വിജാതീയരുടെ സുവിശേഷവൽക്കരണത്തിന് നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് എന്തു ചെയ്യണം? ഒരു വചനം എനിക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. സങ്കീർത്തനം 2:8, എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും. ജനത എന്ന് പറയുമ്പോൾ യേശു ദൈവമാണെന്ന് തിരിച്ചറിയാത്തവർ, ലോകരക്ഷകൻ ഏകരക്ഷകനെന്ന് തിരിച്ചറിയാത്തവർ. അപ്പോൾ ആ ജനതകളെ അവർക്ക് വിശ്വാസം നൽകി നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരും. ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും. എന്നോട് ചോദിച്ചു കൊള്ളുക. ഇത് ഭയങ്കര ഒരു വചനമാണ്. എന്താണ് ചോദിക്കേണ്ടതെന്ന് ചോദിക്കും. ലൂക്കാ 11:9, ചോദിക്കുവിൻ. അവസാനം പറയുന്നതിനാണെന്നറിയാവോ? പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്കും അനേകായിരങ്ങൾക്കും. ദൈവം അരൂപിയാണ്. ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണ് ഞങ്ങളെയും 10,000-ങ്ങളെയും ജനലക്ഷങ്ങളെയും ജനകോടികളെയും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ച് പാപബോധവും പശ്ചാത്താപവും ദൈവഭയവും ദൈവസ്നേഹവും എല്ലാം നൽകണമേ. ഈ പ്രാർത്ഥന കേൾക്കാൻ ദൈവം നമ്മുടെ മുമ്പിലും നമ്മുടെ പുറകിലും നമ്മുടെ വലത്തും നമ്മുടെ ഇടത്തും എല്ലാം ഉണ്ട്. ദൈവത്താൽ ചുറ്റപ്പെട്ടവരാണ് നമ്മൾ. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും. ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും. ഇത് വലിയ സത്യമാണ്. ഇത് ഇത് വചനങ്ങൾ മറന്നുപോയാൽ ഫലം ഇല്ലെന്ന് ഓർക്കണം. നമ്മളിങ്ങനെ ചോദിക്കണമെങ്കിൽ സങ്കീർത്തനം 2:8, 2:7 നമ്മൾ നോക്കണം. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി. വീണ്ടും ജനനം, ഒരു മാനസാന്തരം നമുക്കില്ലെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അതിനാൽ അടിസ്ഥാനപരമായി ഈശോ തൻ്റെ പരസ്യ ജീവിതം ആരംഭിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകണം. നിങ്ങൾ പശ്ചാത്തപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക, ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ വന്നറിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനാൽ പ്രിയപ്പെട്ടവരെ, ദൈവം അതിമനോഹരമായ അനേകായിരം വാഗ്ദാനങ്ങൾ ബൈബിളിൽ തന്നിട്ടുണ്ട്. അതിലേറ്റവും ശ്രേഷ്ഠമായൊരു വാഗ്ദാനമാണ് ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഭാരതത്തിന് വേണ്ടി, പാകിസ്ഥാന് വേണ്ടി, അഫ്ഗാനിസ്ഥാന് വേണ്ടി, ചൈനയിലെ 145 കോടി ജനത്തിന് വേണ്ടി, ഓരോ രാജ്യത്തിൻ്റെയും നമ്പർ പറഞ്ഞ് ഗൂഗിൾ നോക്കിയാൽ അവരുടെ പോപ്പുലേഷനെ കിട്ടുന്നുണ്ട്. ഞങ്ങളങ്ങനെ കുറിച്ച് വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. യൂറോപ്പിലെ 48 രാജ്യങ്ങൾ, ആഫ്രിക്കയിലെ 54 രാജ്യങ്ങൾ, ഓസ്ട്രേലിയ, പാപ്പുവ ന്യൂഗിനിയ, ന്യൂസിലാൻഡ്, ഇതൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു മഹാവലിയ കരുണ ദൈവം ഞങ്ങൾക്ക് തരാറുണ്ട്. ഞങ്ങളത് ചെയ്യാറുണ്ട്. നിങ്ങളും നമ്മളും ഒറ്റക്കെട്ടായി ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി, ലോക നേതാക്കന്മാർക്ക് വേണ്ടി, നാനാജാതി മതസ്ഥർക്ക് വേണ്ടി വലിയ സ്നേഹത്തോടെ പ്രാർത്ഥിക്കണം. കാരണം ഈ ചെറിയവരൊരുവന് ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെ ചെയ്തു. വിശ്വാസമില്ലാത്ത ഒരാൾക്ക് അകമാനം മാനസികമായിട്ട് തകർന്നു കഴിയുന്നു. എന്താ ചിന്തിക്കേണ്ടത്, എന്താ പ്രാർത്ഥിക്കേണ്ടത് ഒന്നും അറിയത്തില്ല. അങ്ങനെയുള്ള ഈ മനുഷ്യർക്ക് പരിശുദ്ധാത്മാവ് വരുമ്പോഴോ ജീവിതത്തിൽ അർത്ഥവും വ്യക്തതയും ലക്ഷ്യവും ഉയർച്ചയും ഉയർപ്പും എല്ലാം കിട്ടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് മഹാവലിയ ദൈവവിളിയാണ്.
ക്രിസ്ത്യാനികൾ 230 കോടി ജനമുണ്ട്. അവരെയും എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കണം. നമ്മൾ എല്ലാവരും അങ്ങനെ മാനസാന്തരപ്പെട്ട് വലിയ വിശുദ്ധിയിലൊന്നും അല്ലെന്ന് നമുക്കറിയാം. അത് നമ്മളും അങ്ങനെ തന്നെ. അതുകൊണ്ട് 230 കോടി ജനത്തെ ഓരോരുത്തരെയും എല്ലാവരെയും വിവിധ സഭകളെ സഭാ നേതാക്കളെ യേശു കർത്താവിൻ്റെ തിരുരക്തക്കടലിൽ മുക്കണമേ, തിരുരക്തം കൊണ്ട് കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആന്തരിക സൗഖ്യം, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികൾ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അങ്ങ് ഒരു സഹോദരൻ വിളിച്ചു പറഞ്ഞു, അച്ഛാ ഇന്ന് ജോലിക്ക് പോയിട്ട് വന്നിട്ട് ഭയങ്കര തലവേദനയാന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, മോനെ ഞാൻ ഷെക്കനായിൽ പോകാൻ വേണ്ടി ക്ലാസ് ഒരുങ്ങിക്കൊണ്ടിരിക്കുക, അവരുടെ വല്ലതും തലവേദന വിട്ടുമാറിയതായിരിക്കും. ശകലം കഴിഞ്ഞപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, എൻ്റെ തലവേദന പോയെന്ന് പറഞ്ഞു. അപ്പം നമുക്കൊരു തലവേദന തന്ന് വേറെ അനേകരെ കർത്താവ് സുഖപ്പെടുത്തും. അത് സന്ദേശം തരുന്നൊരു രീതിയാണ്. ആ സമയത്ത് തന്നെ വേറൊരാളെന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛാ ഭയങ്കര വല്ലുവേദനയാണ്, മിക്കവാറും നാളെ ഷെക്കിനായി പോകുമ്പോൾ ആർക്കൊക്കെയോ പല്ലുവേദന കർത്താവ് സുഖപ്പെടുത്തും. ശകല നേരത്തേക്ക് നമുക്ക് തന്നിട്ട് മറ്റുള്ളവർക്ക് രോഗശാന്തിയും ആന്തരിക സൗഖ്യവും കർത്താവ് നൽകുന്നു. തലയുടെ ഒരു വശത്ത് വേദന, ചെവി വേദന, കണ്ണുവേദന, 5 പേർക്ക് രോഗശാന്തി. ദൈവ സ്വരം ശ്രവിക്കാൻ 8 പേർക്ക് കൃപ. ഹല്ലേലൂയ. ഈശോ യോഹന്നാൻ 10:27 ഈശോ പറയുന്നില്ലേ, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, അവ എന്നെ അനുഗമിക്കുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു. ഒരു കാര്യം മറന്നു പോകരുത്, നമ്മുടെ ലക്ഷ്യം നിത്യജീവനാണ്. ഹല്ലേലൂയ. നമ്മൾ മാത്രം സ്വർഗത്തിൽ പോയാൽ പോരാ. അനേകായിരങ്ങളെ, അനേക ലക്ഷങ്ങളെ, ജനകോടികളെ, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സ്വർഗത്തിൽ കൊണ്ടുപോകണം. അത് ദൈവം ആഗ്രഹിക്കുന്നു. അതിനുള്ള വിളിയാണ് നമുക്ക് തരുന്നത്. ആത്മീയ തീഷ്ണത, ദൈവസ്നേഹം അനുഭവിച്ചറിയുക, എല്ലാവരോടും ക്ഷമിക്കാനും കരുണ കാണിക്കാനുമുള്ള കൃപ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശരീരത്തിൻ്റെ ഒരു വശത്ത് വേദന, തളർച്ച, 3 പേർക്ക് കർത്താവ് അത്ഭുത രോഗശാന്തി നൽകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീണ് കിടപ്പായ ഒരു മധ്യവയസ്കനെ കർത്താവ് തൊടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഷെക്കിന ടെലിവിഷൻ്റെ മുമ്പിലിരിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു ടെലിവിഷൻ്റെ മുമ്പിലായിരിക്കുന്നു വചനം കേൾക്കാൻ. ഇതൊരു ദൈവവിളിയാണ്, പരിശുദ്ധാത്മാവ് നൽകുന്ന ആകർഷണമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മിൽ കൂടെ മാത്രം പൂർത്തിയാക്കേണ്ട അനേകം മനസാന്തരങ്ങളുണ്ട്. ചിലപ്പം ദൈവം നമുക്ക് സഹനം തന്നിട്ട് കാഴ്ചവെക്കാൻ പറയും. അങ്ങനെയല്ലേ അൽപ്പനസമ പുണ്യവതിയും വിശുദ്ധ കൊത്രേസ്യായും അവർക്ക് കിട്ടിയ സഹനം. വിശുദ്ധ യോഹന്നാൻ ക്രിസ് പുണ്യവാനും പാദ്രി പിയോയും എല്ലാം സഹനം കാഴ്ചവെക്കുന്നു. എങ്ങനെയാണ് സഹനത്തിന് വിലയുണ്ടാകുന്നത്? നമ്മുടെ കർത്താവും നാഥനുമായ യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ അനന്ത യോഗ്യതയോട് ചേർത്ത് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ഏതാണ്ട് 4 ലക്ഷത്തോളം ദിവ്യബലികളോട് ചേർത്ത്. എന്തൊരു വലിയ അനന്തതയാണ് നമ്മളെ പുലുകി നീക്കുന്നത്. ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന 4 ലക്ഷത്തോളം ദിവ്യബലി, കൊടാനുകോടി ജപമാല, ദിവ്യകാരുണ്യ ആരാധന, കുരിശിൻ്റെ വഴി, ഇതെല്ലാം നമ്മുടെ സ്വന്തമാണ്. നമ്മൾ ക്രിസ്തുവിൻ്റെ സ്വന്തമാണ്. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. നമ്മളെല്ലാവരും പരസ്പരം അവയവങ്ങളാണ്. നമ്മളൊരു കൂട്ടായ്മയാണ്. വളരെ വ്യക്തമായ ലക്ഷ്യമുള്ള ഒരു ജീവിതമാണ് നമ്മുടേത്. പ്രൈസ് ദി ലോർഡ്. ഇന്നോ നാളെയോ മരിക്കുമ്പോൾ അവസാനിക്കാനുള്ള ജീവിതമല്ല. നിത്യകാലം, അനന്തത, അനശ്വരമായ ജീവൻ നമുക്ക് നൽകിയാണ് ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത്. സ്വർഗത്തിലെ പൗരന്മാരാണ് നമ്മൾ ഇപ്പോഴേ തന്നെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോ ശുശ്രൂഷയിലും സംബന്ധിക്കുമ്പോൾ പുതിയ അഭിഷേകം പ്രാപിക്കുന്നുണ്ട്. പുതിയ അഭിഷേകം എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമുക്ക് അടിയന്തരമായിട്ടും ഏറ്റവും അത്യാവശ്യമായിട്ടും എന്നും തന്നെയും വേണ്ടതാണ് മുറിവേറ്റിയ ഓർമ്മകൾ കിടപ്പുണ്ടെങ്കിൽ സുഖപ്പെടണം, ആന്തരിക സൗഖ്യം. എന്നും തന്നെ വേണ്ട ഒരു അനുഗ്രഹമാണ് ക്ഷമിക്കുന്ന സ്നേഹം. നമ്മളെ വേദനിപ്പിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനേക്കാൾ 1000 മടങ്ങ്, 10,000 മടങ്ങ്, 50,000 മടങ്ങ് അവരെ അനുഗ്രഹിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അപ്പം നമുക്ക് സാത്താനെ തോൽപ്പിക്കാൻ പറ്റും. ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനേക്കാൾ 10,000 മടങ്ങ് അവരെ അനുഗ്രഹിക്കണമേ.
അപ്പോൾ സാത്താൻ നമ്മുടെ തലയിൽ ഇനിയും കുത്തി കുത്തി വെറുപ്പുണ്ടാക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ദൈവവിളി ഒരു വലിയ ദൈവവിളിയാണ്. അപ്പസ്തോലന്മാരുടെ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ദൈവവിളി, ലോക സുവിശേഷീകരണം, ലോകവിശുദ്ധീകരണം, നാനാജാതി മതസ്ഥർക്ക് പരിശുദ്ധാത്മാവിനെയും പാപമോചനത്തെയും പ്രാപിച്ചു കൊടുക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയും സഹനം കാഴ്ചവെക്കുന്ന ശുശ്രൂഷയും വചനം പങ്കുവെക്കുന്ന ശുശ്രൂഷയും നമുക്കൊരുപാട് വരദാനങ്ങൾ തരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ലൂക്കാ 9:1-2 പറയുന്നു, അവൻ 12 പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. എന്താണ് സകല പിശാചുകൾ? വെറുതെ ഇരിക്കുന്നവൻ്റെ മനസ്സിൽ കയറി കുറ്റംപതിയും വെറുപ്പും നിരാശയും അത്ഭുതത്തിൻ്റെയും കൊടുക്കുന്നത് പിശാചാണ്. പ്രൈസ് ദി ലോർഡ്. വെറുതെ ഇരിക്കാൻ ഒരു ക്രിസ്ത്യാനിക്ക് അവകാശമില്ല. ഈശോ പറയുന്നുണ്ട്, എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തനനിരതനാണ്, ഞാനും അങ്ങനെയാണ്. എൻ്റെ അടുത്തത് ഇങ്ങനെ നിങ്ങളും അങ്ങനെയായിരിക്കണം. അധ്വാനിക്കുന്നു, കഷ്ടപ്പെടുന്നു, വിശ്രമം വേണമെങ്കിൽ വിശ്രമിച്ചോ, ബാക്കി സമയം ബൈബിൾ എടുത്ത് വായിക്കാം, വിശുദ്ധന്മാരുടെ ജീവചരിത്രം വായിക്കാം, അവിടുന്ന് കിട്ടുന്ന ജ്ഞാനം കുറിച്ചു വെക്കാം. നല്ല ജ്ഞാനവചനങ്ങൾ തക്ക സമയത്ത് നമ്മുടെ മക്കൾക്കോ പ്രിയപ്പെട്ടവർക്കോ ഒന്ന് ഫോൺ വിളിക്കുന്നവർക്കോ ഒരു ഉന്നത ദൈവിക ചിന്ത പറഞ്ഞു കൊടുക്കാൻ, ചൊല്ലിക്കൊടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നാളുകളിലും വചനം കൊടുക്കുവാൻ, അനേകർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുവാൻ, പ്രത്യേകമായി പറയുകയാണെങ്കിൽ, പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ, യേശുവിനെ പോലെയാകാൻ, വിശുദ്ധരാകാൻ, സ്വർഗത്തിലെ വിശുദ്ധരാകാനുള്ള വിളി അത് മഹാവലിയൊരു ദൈവവിളിയാണ് പ്രിയപ്പെട്ടവരെ. പ്രൈസ് ദി ലോർഡ്. വെറുതെ ചത്തുകെട്ടു പോകുന്ന മൃഗങ്ങളെ പോലെയല്ല നമ്മൾ നിത്യകാലം ജീവിക്കാനുള്ളവരാണ്. മരണശേഷവും അവിടെ സ്വർഗത്തിൽ ചെന്ന ശേഷം ഭൂവാസികൾക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥം വഹിച്ച് അനുഗ്രഹവർഷം ചൊരിയാൻ നമുക്ക് സാധിക്കും. ഈ നാളുകളിൽ അതിന് പരിശീലനം നേടിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാമാണ് ഇപ്പോഴത്തെ നമ്മുടെ ഈ വചനശ്രവണ കാലത്ത് ദൈവം നമുക്ക് നൽകുന്ന ഈ അനുഗ്രഹങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 സുവിശേഷ വേല ചെയ്യുന്നതിന് 73 പേർക്ക് പുതിയ അഭിഷേകം നൽകുന്നതായി കർത്താവ് സന്ദേശം നൽകുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, നമ്മൾ യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന്, ചുറ്റുമുള്ള ദേശത്ത് നിന്ന് പൈശാചിക പീഡകൾ വിട്ടുപോകും. വെറുപ്പിൻ്റെ, കുറ്റംവിധിയുടെ, നിരാശയുടെ, ആത്മഹത്യയുടെ യേശുവിൻ്റെ നാമം. അതുകൊണ്ടാണ് നമ്മൾ ധ്യാനം കൂടിയ നാൾ തൊട്ട്, അതിനു മുമ്പ് തൊട്ട്, നമ്മുടെ മാതാപിതാക്കന്മാരുടെ വളർത്തലിൻ്റെ കാലം തൊട്ട് അവസരം കിട്ടുമ്പോഴെല്ലാം യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇത് വലിയൊരു പ്രാർത്ഥനയാണ്. സാത്താനെതിരായിട്ട് രോഗശാന്തി നടക്കാൻ, അത്ഭുതങ്ങൾ നടക്കാൻ യേശുവിൻ്റെ നാമം, അനന്ത പരിശുദ്ധ നാമം, അനന്ത ശക്തി നാമം. ഈ നാമത്താലാണ് ഈ ലോകം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടത്, ലോകം മുഴുവൻ നിയന്ത്രിക്കപ്പെടുന്നത്. രക്ഷയ്ക്കായിട്ടുള്ള നാമം, ലോകം മുഴുവൻ്റെ രക്ഷയ്ക്കായിട്ടുള്ള നാമം. രോഗശാന്തികൾ, അത്ഭുതങ്ങൾ നടക്കുമ്പോൾ, അവസരം കിട്ടുമ്പോഴെല്ലാം, പ്രത്യേകിച്ച് പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ അല്പസമയം മാറിയിരുന്ന് യേശുവേ സ്തോത്രം, യേശുവേ നന്ദി എന്ന് പറയുമ്പോൾ അന്തരീക്ഷത്തിലെ തിന്മയുടെ ശക്തികൾ നിർവീര്യമാകും. സമാധാനത്തിൻ്റെ ആത്മാവ് നമ്മിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു എന്ന നാമത്തിൻ്റെ അർത്ഥം നമുക്കറിയാം. അവൻ്റെ പേര് യേശു എന്ന് വിളിക്കപ്പെടും. എന്തെന്നാൽ അവർ തൻ്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കും. ഈശോ കടന്നു പോകുമ്പോൾ സ്നാപക യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, കുഞ്ഞാടിൻ്റെ രക്തത്താൽ കഴുകപ്പെടുക. എത്ര വലിയ ഭാഗ്യമാണ് യേശു കുഞ്ഞാട്, അവിടുത്തെ അനന്ത പരിശുദ്ധ രക്തം. യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയണം അനന്ത പരിശുദ്ധ രക്തം, അനന്ത യോഗ്യതയുള്ള രക്തം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, ഉടനെ തന്നെ കാഞ്ചിക്കോട് റാണി സഹോദരിയുടെ ഉള്ള സന്ദേശം നമുക്ക് കേൾക്കാം. അതിനുശേഷം വിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നൊരമ്മയെ നിന്ദിക്കരുതേ നീ ഒരു നാളും. രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നൊരമ്മയെ നിന്ദിക്കരുതേ നീ ഒരു നാളും. നിന്ദിക്കരുതേ നീ ഒരു നാളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആവേ മരിയ. ഈശോ സ്നേഹിക്കുന്ന പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമറിയാൻ നമ്മൾ ശ്രമിക്കുകയാണ്. അതെവിടെയും എത്തപ്പെടില്ലെന്ന് നമുക്കറിയാം. അത് കടലിലോളം, കടലിനേക്കാളും ആഴമേറിയതും പരപ്പുള്ളതുമാണ്. അതിൻ്റെ വിസ്തീർണമൊന്നും മനുഷ്യൻ്റെ ഒരു അളവുകോല് കൊണ്ടും അളക്കാൻ പറ്റില്ല. ആ സ്നേഹത്തിലേക്ക് ഈശോ നമ്മെ എല്ലാവരെയും ക്ഷണിച്ചിരിക്കുന്നു. പരിശുദ്ധ അമ്മ നമ്മെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. ആവേ മരിയ. പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണല്ലോ. നമ്മൾ കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് സ്വീകരിക്കുന്ന മക്കളായിട്ട്, അമ്മയുടെ മക്കളായിട്ട് നമുക്ക് മാറണം. 27ാമത്തെ തിരുസന്ദേശമാണ് ഇന്ന് പങ്കുവയ്ക്കപ്പെടുക. 1998 മെയ് 9 പരിശുദ്ധ അമ്മ ഈ സന്ദേശം നൽകിയത്. അമ്മ പറയുന്നു, മക്കളെ, എൻ്റെ മുഖത്തെ മ്ലാനതപ്പെടുത്തുന്നത് ഈ ലോകമാണ്. അമ്മ എപ്പോഴും ദൈവത്തിൽ സന്തോഷിക്കുന്ന അമ്മയാണ്. അമ്മയുടെ തിരുമുഖം മ്ലാനതപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിലെ മക്കളുടെ ജീവിതമാണ് അതിന് കാരണമെന്ന് അമ്മ പറയുന്നു. അമ്മ ഒരു തെറ്റ് ചെയ്തിട്ടോ പാപം ചെയ്തിട്ടോ സങ്കടപ്പെടില്ല. അമ്മയ്ക്ക് സങ്കടം മക്കളെ ഓർത്തിട്ടാ. അമ്മ പറയാ, എൻ്റെ മുഖത്തെ മ്ലാനതപ്പെടുത്തുന്നത് ഈ ലോകമാണ്. എൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്നത് ലോകമക്കളുടെ ജീവിതമാണ്. അപ്പം നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഇഷ്ടമില്ലാതാകുമ്പോൾ അമ്മയുടെ ഹൃദയത്തെ നമ്മൾ ഒരു കത്തി കൊണ്ട് വരഞ്ഞ് മുറിപ്പെടുത്തുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു വാള് കൊണ്ട് വെട്ടുന്നത് പോലെയൊക്കെ മുറിപ്പെടുത്തുന്നുണ്ട്. നമ്മളത് അറിയുന്നില്ല. അങ്ങനെ അമ്മയുടെ ഹൃദയത്തെ നാം മുറിപ്പെടുത്താതിരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കണം. അമ്മ നമ്മളോട് പറയാ, മക്കളെ, വിശ്രമം എന്തെന്നറിയാത്ത തീർത്ഥാടകരാണ് ഈ ലോകത്തിലെ മക്കൾ. അതിനാൽ മരണം കെടുത്തിക്കളയുന്ന നാൾ വരെ എപ്പോഴും ഉണർവുള്ളവരായി അരമുറിക്ക് നിങ്ങളുടെ ജീവിതമാകുന്ന വിളക്ക് തെളിച്ച് കാത്തിരിക്കാൻ ഞാൻ എത്ര തവണ ആവർത്തിച്ചിട്ടും ആരും അത് ചെവികൊള്ളുന്നില്ല. ഉണർവുള്ളവരായി അരമുറിക്ക് നിങ്ങളുടെ ജീവിതമാകുന്ന വിളക്ക് തെളിച്ച് കാത്തിരിക്കാനാ പരിശുദ്ധ അമ്മ പറയുന്നേ. പരിശുദ്ധ അമ്മ വിളക്ക് തെളിക്കാൻ പറയുന്നത് ജീവിതമാകുന്ന വിളക്ക് തെളിക്കണം. ആ ജീവിതമാകുന്ന വിളക്ക് തെളിയേണ്ടത് ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും നിന്നാണ്. ആ സ്നേഹത്തിൽ നിറഞ്ഞ ആ എണ്ണയൊഴിച്ച്, ദൈവസ്നേഹത്തിൻ്റെ എണ്ണയൊഴിച്ച് നമ്മുടെ ജീവിതമാകുന്ന വിളക്ക് തെളിച്ച് ഉണർവുള്ളവരായിരിക്കാം. 10 കന്യകകളുടെ ഉപമ ഓർത്തു പോകുന്നു ഈ സന്ദേശം സ്വീകരിക്കുമ്പോൾ. അവിടുത്തെ ആഗമനം എപ്പോഴെന്ന് നമുക്കറിയില്ല. അത് ഏത് നിമിഷത്തിലും സംഭവിക്കാം. കള്ളൻ വരുന്നത് പോലെയാണെന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു. അത് എപ്പോൾ സംഭവിച്ചാലും ഉണർവുള്ളവരായിട്ട്, തെളിഞ്ഞ വിളക്കുമായിട്ട്, ജീവിതത്തിൻ്റെ വിളക്ക് തെളിച്ച് വെച്ചുകൊണ്ട് തന്നെ സ്നേഹവും കരുണയും നിറഞ്ഞ, വിശുദ്ധിയും നിർമ്മലതയും നിറഞ്ഞ, വഞ്ചനയോ കാപട്യമോ ഇല്ലാത്ത ജീവിതത്തിൻ്റെ വിളക്ക് തെളിച്ചു വെച്ചുകൊണ്ട് കാത്തിരിക്കാൻ പരിശുദ്ധ അമ്മ ആവർത്തിച്ച് നമ്മോട് പറയുന്നു. പ്രലോഭനങ്ങളാൽ ആക്രമിക്കപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. പ്രലോഭനങ്ങൾ വരിക തന്നെ ചെയ്യും. എന്നാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രലോഭനങ്ങളിന്മേൽ പ്രബലപ്പെടാനായിട്ട് യോദ്ധാം പ്രബലനായി തിരുവചനം പറയുന്നു. എങ്ങനെ? കർത്താവിൻ്റെ ഹിതം പ്രവർത്തിച്ചുകൊണ്ട് യോദ്ധാം പ്രബലനായി എന്നാണ് പഴയ നിയമ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. അങ്ങനെ പ്രബലപ്പെടണം. ആരും പ്രലോഭിതരാകാതിരുന്നവരല്ല, പരാജിതരാകാതിരുന്നവരല്ല. പരാജിതരായി വീണെടുത്ത് നിന്ന് എഴുന്നേറ്റ് പ്രലോഭനങ്ങളിൽ മേൽ വിജയം വരിച്ച് വിശുദ്ധിയുടെ മാർഗത്തിലൂടെ ജീവിച്ചവരാണ് വിശുദ്ധരായി ഇന്ന് നമുക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് ജീവിക്കുന്നത്. അവരൊക്കെ ലോകത്തിൽ മനുഷ്യരായിരുന്നു. അപ്പം നമുക്കും പറ്റും അങ്ങനെ ജീവിക്കാൻ.
അതുകൊണ്ട് പ്രലോഭനങ്ങളാൽ ആക്രമിക്കപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിൽ ഈശോ നമ്മളോട് പറഞ്ഞില്ലേ ഇപ്രകാരം പ്രാർത്ഥിക്കാൻ, പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ലേ? ശിഷ്യരോട് ഈശോ ഗെത്സേമനയിൽ വെച്ച് പറഞ്ഞില്ലേ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ ബോധപൂർവം ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അത് അനുനിമിഷം നമ്മളിൽ നിന്ന് ഉണരട്ടെ, ഉണർവോടെ പുറത്തേക്ക് വരട്ടെ. കർത്താവെ, പ്രലോഭനങ്ങളിൽ ഞങ്ങളെ പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. എന്തെന്നാൽ ശരീരത്തിൻ്റെ മരണത്തേക്കാൾ ആത്മാവിന് മരണം സംഭവിക്കാൻ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് അനുനിമിഷം പ്രാർത്ഥിക്ക്, പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ, ആ പ്രലോഭനം നിങ്ങളെ ആക്രമിക്കാതിരിക്കാൻ പ്രാർത്ഥിക്ക്. കാരണം ശരീരത്തിൻ്റെ മരണത്തേക്കാൾ ആത്മാവിൻ്റെ മരണം സംഭവിക്കാൻ എളുപ്പമുണ്ട്. നീ അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് അമ്മ പറയുന്നത്. ശരീരത്തിൻ്റെ മരണം അത് നീ ലോകത്തിൽ നിന്ന് വേർപ്പെടുമ്പോൾ സംഭവിക്കുന്നതാണ്. ആത്മാവിൻ്റെ മരണം ജീവിച്ചിരിക്കുമ്പോൾ സംഭവിക്കുന്നതാണ്. അത് നിന്നിൽ സംഭവിക്കുന്നതാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്റെ ജീവിതത്തിൻ്റെ വിളക്ക് നീ തെളിക്കുകയെന്ന് അമ്മ പറയുന്നു. ആത്മം നഷ്ടമായാൽ ശരീരം കൊണ്ട് എന്ത് പ്രയോജനം? ചീഞ്ഞളിഞ്ഞ ആത്മാവിനെ ചുമന്ന് ജീവിച്ചിട്ട് എന്ത് ഫലം? പാപത്തിൻ്റെ അഴുക്ക് പുരണ്ട് പാപകരമായ ആത്മാവുമായിട്ട് വലിയ പൗഡറൊക്കെ ഇട്ട് പൊട്ടിയൊക്കെ ഇട്ട് ബ്യൂട്ടി പാർലറിലും പോയി ഗംഭീരമായ ഡ്രസ്സും ധരിച്ച് ഇങ്ങനെ നടക്കും മനുഷ്യര്. അവരിൽ ഞാനും നിങ്ങളൊക്കെ ഉണ്ടായിരിക്കട്ടോ. ആരെയും ഞാൻ കുറ്റപ്പെടുത്തി ആരെയും മാറ്റി നിർത്തി പറയല്ല. എന്നാൽ അവരുടെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ അവസ്ഥ ചീഞ്ഞു നാറുന്നതാണെങ്കിൽ, ചീഞ്ഞളിഞ്ഞ ആത്മാവിനെ ചുമന്ന് ജീവിച്ചിട്ട് ചുമക്കുക, ശരീരം ചുമക്കുക ആത്മാവിനെ. ആത്മാവ് ശരീരത്തിൽ ജീവിക്കുകയല്ല, ചുമക്കുകയാണ്. ചുമക്കുന്നത് എപ്പോഴും ഒരു വസ്തുവിനെ ആയിരിക്കും. ജീവനുള്ളതിനെ ചുമക്കേണ്ട കാര്യമില്ലല്ലോ. ചുമക്കുന്നത് ഒരു വസ്തുവിനെ ആയിരിക്കും. വസ്തു എന്ന് പറയുമ്പോൾ ജീവനില്ലാത്തതാണ്. നീ ചൂടോ തണുപ്പോ ഇല്ലാത്തവനാണെന്ന് നിന്റെ ദൈവം നിന്നെ നോക്കി പറയുന്നുണ്ടെങ്കിൽ നീ ചുമക്കുന്ന നിന്റെ ആത്മാവ് ഒരു വസ്തുവാണ്. എന്നാൽ ഓർക്കുക പ്രിയപ്പെട്ടവരെ, നിന്റെ ആത്മാവിനെ നീ ചുമക്കാതെ നിന്റെ ആത്മാവിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആത്മാവിൻ്റെ വില നിന്റെ കർത്താവിൻ്റെ കുരിശുമരണത്തിൻ്റെ വിലയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കുക. കരയാതെ, തെല്ലു ശബ്ദമില്ലാതെ അദൃശ്യനായി മരിക്കുന്ന ആത്മാവിനെ പാപമാകുന്ന പുഴുക്കൾ അരിക്കുന്നതറിയുമ്പോൾ വിഭ്രാന്തരായി ഓടിയിട്ട് പ്രയോജനമില്ല. നീ മരിക്കാറായി എന്ന് നീ സങ്കല്പിക്കുക കുഞ്ഞെ. അപ്പോഴായിരിക്കും നീ ഒരുപക്ഷെ നിന്റെ ആത്മാവിൻ്റെ അവസ്ഥ തിരിച്ചറിയുന്നത്. നിനക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, നിനക്കിനി എവിടെ ഓടാൻ പറ്റും? അപ്പോൾ ഓർക്കുക, നീ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് കാണുക. മരണത്തെക്കുറിച്ച് നീ ധ്യാനിക്കണം. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നീ ധ്യാനിക്കണം. ആനന്തര ജീവിതത്തെക്കുറിച്ച് നീ അറിയണം. അപ്പോൾ നീ ചിന്തിക്കണം, ഇപ്പോൾ ഞാൻ എൻ്റെ ആത്മാവിനെ ചുമക്കുകയാണോ? ആ ആത്മാവ് ചീഞ്ഞഴിഞ്ഞിരിക്കുന്നുണ്ടോ? ഓർക്കുക, നീ പുഴുക്കളരിക്കുന്നത് അറിയുമ്പോൾ ഓടി നടന്നിട്ട് കാര്യമില്ല. മയക്കുമരുന്നുകളിലും പാപജീവിതത്തിലും സന്തോഷം കണ്ടെത്തുന്ന ഈ മക്കൾ ആത്മഹത്യയിലൂടെ പിശാച്ചിൻ്റെ ബന്ധം ഊട്ടിയുറപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? ഈ ദൈവീകമായ ബോധ്യമില്ലാത്തവർ, ആത്മാവ് മരിക്കും പാപം ചെയ്താലെന്ന് ബോധ്യമില്ലാത്തവർ, അങ്ങനെയുള്ള മക്കളാണ് പ്രത്യാശ നഷ്ടപ്പെട്ട് പലരും ആത്മഹത്യയിലേക്ക് പോകുന്നത്. മെഡിക്കൽ സയൻസ് പലതരത്തിലുള്ള രോഗാവസ്ഥകളെ കുറിച്ചൊക്കെ പറയുമായിരിക്കും, ഉണ്ടാകാം. അങ്ങനെയുള്ള രോഗങ്ങളുള്ളവരും ആത്മഹത്യ ചെയ്യുന്നുണ്ട്. എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ ആത്മാവിനെ ഹത്യ നടത്തുന്ന ഒരു കൊലപാതകയായി ഇരിക്കരുത് നീയും ഞാനും എന്ന പരിശുദ്ധ അമ്മ പറയുന്നത്. നിന്റെ ആത്മാവിനെ നീ കൊന്നുകൊണ്ടിരിക്കരുത്. നിന്റെ ആത്മാവിന് നീ ജീവൻ പകരണം. തണുത്തതിനെ ചൂടുള്ളതാക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിന്നിൽ നിക്ഷേപിച്ചിട്ട് വേണം അത് നടത്താനായിട്ട്.
കൗദാശിക ജീവിതത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, വചനമനുസരിച്ചുള്ള ജീവിതത്തിലൂടെ എല്ലാം നിനക്കതിന് സാധിക്കും കുഞ്ഞെ. ഇപ്പോൾ തന്നെ നീ ആയിരിക്കുന്ന പന്നിക്കുഴിയിൽ നിന്നൊന്ന് ചടകുടഞ്ഞ് എഴുന്നേറ്റേൻ, ചാടി എഴുന്നേറ്റേൻ. നീ എത്ര വലിയ പാപിയായിക്കോട്ടെ, പാപത്തിന്റെ പുഴുക്കുത്തേറ്റ് നിന്റെ ആത്മാവിനെ മാറോട് ചേർക്കാൻ നിനക്കൊരമ്മയുണ്ട്, യേശുവിൻ്റെ അമ്മ. ആ അമ്മ നിന്നെ ചേർത്ത് പിടിക്കും. നിത്യജീവനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നിനക്ക് തരും. നിന്റെ പാപങ്ങളെക്കുറിച്ച് നീ അനുതപിക്കും. ഇപ്പോൾ തന്നെ അനുതാപത്തിൻ്റെ, പ്രാശ്ചിത്തത്തിൻ്റെ, പരിഹാരത്തിൻ്റെ പാതയിലേക്ക്, അമ്മ കാണിച്ചു തരുന്ന വഴിയിലേക്ക്, യേശുവാകുന്ന വെളിച്ചത്തിലേക്ക് കടന്നു വരുവാൻ പരിശുദ്ധ അമ്മ ഓർമ്മപ്പെടുത്തുന്നു. മയക്കുമരുന്നിൽ നിന്ന് ഓടിയകലുക, മദ്യപാനത്തിൽ നിന്ന് ഓടിയകലുക, പാപം നൽകുന്ന സുഖജീവിതത്തിൽ നിന്ന് ഓടിയകലുക, കുടുംബജീവിതത്തിൽ വിശ്വസ്തത പാലിക്കുക, ഭാര്യാഭർത്തൃ ബന്ധങ്ങളെ കൂട്ടിയുറപ്പിക്കുക സ്നേഹത്തില്. മറ്റുള്ള ഒരു ഭാര്യ ഉണ്ടായിരിക്കെ മറ്റൊരുവളില് അഭിലാഷം പ്രാപിക്കാതിരിക്കുക. സോഷ്യൽ മീഡിയയിലൂടെ പാപം ചെയ്യുന്ന അനേക ഭാര്യാഭർത്തൃ ജീവിത ബന്ധങ്ങളുള്ളവരെ എനിക്കറിയാം. അനേക ഭാര്യമാരുടെ കണ്ണുനീരാണ്. കർത്താവിൻ്റെ തിരുമുൻപിൽ നിന്ന് സഭയെ സാക്ഷ്യപ്പെടുത്തി വിവാഹമെന്ന കൂദാശയിലൂടെ ഒരുമിച്ച് ചേർക്കപ്പെട്ടിട്ട് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അവളിൽ തൃപ്തിയില്ലാതായി. കണ്ണ് മറ്റുള്ളവരിലേക്ക് പോയി. സോഷ്യൽ മീഡിയയിലൂടെ, നെറ്റിലൂടെയൊക്കെ ഓൺലൈനിലായിട്ട് പാപം ചെയ്യുന്ന എത്ര മക്കളുണ്ടെന്നോ. ആത്മാവ് പാപക്കുത്തേറ്റിട്ട് തിരിച്ചറിവില്ലാതെ അതിനെ പേറിക്കൊണ്ട് നടന്ന് വലിയ വൻപന്മാരായി ജീവിക്കുന്ന അനേക സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. മക്കളെ, കാലം അതിക്രമിച്ചിരിക്കുന്നു മാനസാന്തരപ്പെടാനും തിരിച്ചു വരാനും. നീ തിരിഞ്ഞു നോക്കി ദൈവം കാണിച്ചു തരുന്ന വഴിയിലൂടെ മുന്നോട്ട് നടക്കണം. പാപകരമായ ജീവിതത്തെ പിന്തുടർന്നിട്ട് നിന്റെ ആത്മാവിനെ നശിപ്പിച്ചിട്ട് നിനക്ക് യാതൊരു ഫലവുമില്ല. നീയും തലമുറകൾക്ക് ഭാഗ്യമായി തീരേണ്ട നിന്റെ ജീവിതത്തെ നീ നശിപ്പിക്കുകയാണ്. തലമുറകൾ തോറും ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുന്ന പരിശുദ്ധ അമ്മയാ നിന്നോട് പറയുന്നത്. പാപം ചെയ്യരുത്, വെറുത്തുപേക്ഷിക്ക്. ആ സുഖം നിനക്ക് വേണ്ട. ആ സുഖത്തേക്കാൾ 10 മടങ്ങ് സുഖം കർത്താവ് ഈശോ മിശിഹായുടെ സ്നേഹത്തിനുണ്ടെന്നേ. അത് സ്വീകരിക്കാനായിട്ട് പ്രാർത്ഥിക്കുക. ദൈവത്തെ പരിഹസിക്കാനോ ചതിക്കാനോ ഈ ലോകത്തിന് ഇന്ന് കഴിയില്ല എന്ന് അമ്മ ഉറപ്പ് നൽകുന്നു. നമുക്ക് ചിന്തിക്കാം, ഞാൻ ദൈവത്തെ പരിഹസിച്ചാണോ ചതിച്ചാണോ ജീവിക്കുന്നത്? ദൈവിക ശുശ്രൂഷകളുടെ പരിഹാസകനാണോ ഞാൻ എന്ന് ചിന്തിക്കുമ്പോൾ ഓർക്കുക, ഏതെങ്കിലും ദൈവ ശുശ്രൂഷകൾക്ക് ചതിയൊരുക്കിയിട്ട്, ചതിയിൽപ്പെടുത്തിയിട്ട് ആരെയെങ്കിലും കുറ്റത്തിനും കുറ്റവാളിയായി ചമയ്ക്കുന്നതിനൊക്കെ ആരെങ്കിലും മുതിർന്നിട്ടുണ്ടെങ്കിൽ അനുതപിക്കുക. വലിയ വില കൊടുക്കേണ്ടി വരും. ദൈവസ്വരത്തിന് കാതോർക്കാതെ, ദൈവിക സന്ദേശങ്ങളെ സ്വീകരിക്കാതെ, വചനപ്രഘോഷകരെ കുറ്റം വിധിച്ചുകൊണ്ട് ആർമാദിച്ച് മദ്യത്തിലും മയക്കുമരുന്നിലും പെണ്ണിലും മണ്ണിലും ജീവിതം മുടക്കിയിട്ട് വലിയ ബിസിനസ്സുകാരാകട്ടെ, വലിയ ആൾക്കാരാകട്ടെ, ആരും ആകട്ടെ, ജീവിക്കുന്നുണ്ടോ നീ? ഇല്ല കുഞ്ഞ്, നീ ജീവിക്കുകയല്ല, നീ മരിച്ചുകൊണ്ടിരിക്കുകയാ. ഓർക്കുക, നിനക്കും ഒരു നാൾ വരും. സ്വർഗവും നരകവും ലോകത്തിൽ തന്നെയാണ്. അതെങ്ങനെയെങ്കിലൊക്കെ ഉപയോഗിച്ച് ജീവിക്കാം എന്ന് നീ ചിന്തിക്കേണ്ട. നിന്റെ ജീവിതം എവിടെയാണോ അവിടെ നീ നന്മയായിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിൻ്റെ വാതിലുകൾ നിനക്ക് നേരെ തുറക്കും. നീ നരകമായി മാറുകയാണെങ്കിൽ നരകമായിരിക്കും നിന്നെ ക്ഷണിക്കുക. ഇത് ഞാൻ ഭയപ്പെടുത്തുന്നതൊന്നുമല്ല, പരിശുദ്ധ അമ്മ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ആരെയും നമുക്ക് ചതിക്കേണ്ട, ആരെയും നമുക്ക് കുറ്റപ്പെടുത്തേണ്ട. നമ്മെ ആര് ചതിച്ചാലും കുറ്റപ്പെടുത്തിയാലും പകരം വീട്ടരുത്. പകരം വീട്ടേണ്ടത് കർത്താവാണ്. അത് അനുഗ്രഹത്തിലൂടെ മാത്രമായിരിക്കാൻ ആഗ്രഹിക്കുകയാണ് കർത്താവിൻ്റെ മക്കൾ ചെയ്യേണ്ടത്. 28ാമത്തെ സന്ദേശമാണ് നാം ഇനി കേൾക്കാൻ പോകുന്നത്. 1998 മെയ് 31 പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശം. കുഞ്ഞുമക്കളെ, ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാകുന്നു. അമ്മ എത്ര സന്തോഷത്തോടെയാണെന്നോ പറഞ്ഞത്. ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാകുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും സ്നേഹാത്മാവിൽ നിന്നും സമൃദ്ധമായ കൃപകൾ
നിങ്ങൾക്ക് നേടിത്തരുന്നതിന് ഈ അമ്മ നിരന്തരം പരിശ്രമിക്കുന്നു. അമ്മയ്ക്ക് നമ്മളോട് പറയാനുള്ളത് എന്താ? വീണ്ടും വീണ്ടും അമ്മ പറയല്ലേ, നമ്മളെ കൃപകൾ കൊണ്ട് നിറയ്ക്കണം, നമ്മളെ ഈശോൻ്റേതാക്കണം, ഈശോയുടേത് മാത്രം ആക്കണം. അമ്മ അതിന് നിരന്തരം പരിശ്രമിക്കുന്നു. ദിവ്യാഗ്നിയാൽ തിരുസഭ നവീകരിക്കപ്പെടണം. സഭയ്ക്ക് നവീകരണം ആവശ്യമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയിലൂടെ നമ്മളോട് സംസാരിച്ചതാണ്. സഭ കാലാകാലങ്ങളിൽ നവീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. നവീകരിക്കപ്പെടണം. നവീകരിക്കപ്പെട്ടേ മതിയാകൂ. അടിച്ചമർത്തപ്പെടലിൻ്റെയോ തിന്മയുടെയോ ദുഷ്ടശക്തികളുടെയോ സ്വാധീന വലയത്തിൽപ്പെട്ട് സഭ നശിക്കരുത്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. നവീകരണത്തിൻ്റെ പാതയിലൂടെ പരിശുദ്ധാത്മാവിൽ നവീകരിക്കപ്പെട്ടുകൊണ്ട് സഭ തേജസ്വിനിയായിട്ട് മുന്നേറണം. ലോകം മുഴുവനും സത്യത്തിൻ്റെ തികവിലേക്കും യേശുവിൻ്റെ സുവിശേഷത്തിലേക്കും അവിടുന്ന് ആഗ്രഹിച്ചതും സ്ഥാപിച്ചതുമായ ഏക സഭയിലേക്ക് വന്നു ചേരണം. ഇത് സാധ്യമാകുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. പരിശുദ്ധാത്മാവിൽ സഭ നവീകരിക്കപ്പെടണം. സഭയിൽ ഐക്യം ഉടലെടുക്കണം. അനൈക്യങ്ങൾ തീർത്തുമില്ലാതാകണം. യേശുവിൻ്റെ സുവിശേഷത്തിലേക്ക് വേരൂന്ന സഭയുടെ മൂല്യങ്ങൾ ഇനിയും പടുത്തുയർത്തപ്പെടേണ്ടതുണ്ട്. സഭാസൗധം ഉയർത്തപ്പെടുന്നത് വലിയ കെട്ടിടങ്ങളോടെയല്ല, സ്ഥാപനങ്ങളോടെയല്ല, യേശുവിൽ സുവിശേഷത്തിനായിട്ട് പടുത്തുയർത്തപ്പെടണം. യേശു സ്ഥാപിച്ച ഏക സഭയിൽ ഒത്തുചേർന്നുകൊണ്ട് ഒരുമിച്ചായിരുന്നു കൊണ്ട് പരിശുദ്ധാത്മാവിൽ പടുത്തുയർത്തപ്പെട്ട നവീകരിക്കപ്പെട്ട സഭാതനയർ അതുണ്ടാകാൻ നാം ആഗ്രഹിക്കണം. ആഗ്രഹിച്ചാൽ മാത്രം പോരാ, നമ്മളാണ് അതിലെ മക്കൾ ഉണരണം. ഞാൻ ഉണർന്നാൽ എൻ്റെ ഭവനമുണർന്നാൽ നാടുണരും, സമൂഹമുണർന്നാൽ സഭയുണർന്നാൽ ലോകമുണരും. അതുകൊണ്ട് ആകാൻ നമുക്ക്. അതിനുവേണ്ടി നമ്മളാൽ കഴിയുന്നതെന്തും. കൊച്ചു ജീവിതമല്ലേ, ശേഷിക്കുന്ന ഓരോ ശ്വാസത്തിലും പരിശുദ്ധാത്മാവിനെ നിറഞ്ഞുകൊണ്ട് ജീവിക്കാൻ നമുക്ക്. പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ അമ്മയോടൊപ്പം. പ്രൈസ് ദ ലോർഡ്. ആവേ മരിയ, ഹല്ലേലൂയ. അടുത്ത ഈ സന്ദേശത്തിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് വീണ്ടും കാണാം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികളുപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികളുപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയമൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയമൂഴിയും നിർമ്മിച്ച നാഥനെ ആത്മാവിൽ ആരാധിക്കാം. കർത്താവിനെ നിത്യസ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യസ്തുതിച്ചിടും ഞാൻ. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്നെ പാടിയാൽ പിടിച്ചെടുത്തു. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്നെ പാടിയാൽ പിടിച്ചെടുത്തു. പാവന നീളം തന്നു പാപത്തിൻ കറ പോക്കി. പാവന നീളം തന്നു പാപത്തിൻ കറ പോക്കി. രക്ഷിച്ചതാ നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കാം. രക്ഷിച്ചതാ നിന്നെ ഞാൻ എന്നാളും
സന്നിധി രണ്ട് കരങ്ങൾ ഉയർത്തി ഒറ്റവിളി യേശുവേ. ജീവിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ, 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 നന്ദി യേശുവേ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്ന കർത്താവേ കനിയണമേ, യേശുവേ കനിയണമേ, യേശുവേ കനിയണമേ. ഹല്ലേലൂയ, 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 യേശുവേ, യേശുവേ, ഹല്ലേലൂയ, 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 മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ഏറ്റവും പ്രധാനമായ ആരാധന, ദിവികാരുണ്യ ആരാധന ശുശ്രൂഷയുടെ ഈ ആദ്യ ഭാഗത്ത് കഴിഞ്ഞ 32 കൊല്ലമായി രണ്ട് കണ്ണിനും അശേഷം കാഴ്ചയില്ലെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഉള്ളതുകൊണ്ട് യാതൊരു പരാതിയുമില്ല, സമാധാനക്കേടുമില്ല. അങ്ങനെ ഉള്ള സാജുവിൻ്റെ ഭാര്യ കൂടെയുണ്ട്, ഹൈന്ദവ സമുദായത്തിൽ നിന്ന് വന്ന മരിയ. സാജു അന്ധന്മാരുടെ BA ഒക്കെ പാസ്സായിട്ടുള്ള ആളാണ്, ഫസ്റ്റ് ക്ലാസ്സോടുകൂടെ. എങ്കിലും വചനപ്രഘോഷണം, മധ്യസ്ഥ പ്രാർത്ഥന, ഈ ശുശ്രൂഷയിലാണ് കഴിഞ്ഞ 32 കൊല്ലമായിട്ട്. ഈ ആരാധനയുടെ ആദ്യ ഭാഗത്ത് സാജു സ്തുതിപ്പിലേക്കും ആരാധനയിലേക്കും നമ്മെ നയിക്കും. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലോകം മുഴുവനിലും നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും അടുത്ത് നമ്മുടെ ഭവനത്തിൽ നമ്മോടൊപ്പം ആയിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയത്തെ നമുക്ക് ഉയർത്താം. തിരുവോസ്തിരൂപനായ യേശുവിലേക്ക് എല്ലാവരും കണ്ണുകൾ തുറന്ന് നോക്കിക്കൊണ്ട് ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. 1 യോഹന്നാൻ 3:1 ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിക്കുന്നത്, ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, അങ്ങനെ തന്നെയാണ് താനും. പ്രിയമുള്ളവരെ, ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട്, വിവിധ രാജ്യങ്ങളിലായിരുന്നു കൊണ്ട്, വിവിധ ഭവനങ്ങളിലായിരുന്നു കൊണ്ട്, വിവിധ കൂട്ടായ്മയിൽ ഒരുമിച്ച് ഇപ്പോൾ ദൈവസന്നിധിയിൽ ഒരൊറ്റ ആരാധനാ സമൂഹമായി ലക്ഷക്കണക്കിന് മക്കൾ ഇപ്പോൾ ഒരുമിച്ച് അവരുടേതായ ജീവിത സാഹചര്യങ്ങളിൽ ഇരുന്നു കൊണ്ട്, ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ, ദൈവം നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ഇത്രയും വലിയ ശ്രേഷ്ഠ ജനതയായിട്ട് വേറെ ആരാണുള്ളത് എന്ന് നിയമാവർത്തനം 4:7 നമ്മൾ വായിക്കുന്നുണ്ട്. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴെല്ലാം നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏതു ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. പ്രിയമുള്ളവരെ, തിരുവോസ്തിയിൽ നിന്നിതാ ശക്തി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ പ്രശ്നങ്ങളിലേക്ക്, നമ്മുടെ വേദനകളിലേക്ക് യേശുവിന്റെ ശക്തി ഇതാ കടന്നു വരുന്നു. ലൂക്കായുടെ സുവിശേഷം 6:17 മുതലുള്ള വാക്യത്തില് ഇപ്രകാരം വായിക്കുന്നുണ്ട്: അവൻ അവരോടുകൂടി ഇറങ്ങി സമുദ്രത്തിൽ വന്നു നിന്നു. ശിഷ്യന്മാരുടെ വലിയൊരു ഗണവും അവന്റെ വചനം ശ്രവിക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനുമായി യൂദയ, ജെറുസലേം എന്നിവിടങ്ങളിൽ നിന്നും ടയർ, സീദോൻ എന്നീ തീരപ്രദേശങ്ങളിൽ നിന്നും വന്ന വലിയൊരു ജനസമൂഹം അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. അശുദ്ധാത്മാക്കളാൽ പീഡിതരായവർ സുഖമാക്കപ്പെട്ടു. ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കുന്നതിന് വേണ്ടി അവസരം പാർത്തിരുന്നു. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. ഹല്ലേലൂയ, യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. ദിവ്യകാരുണ്യത്തിൽ നിന്ന്, തിരുവോസ്തിയിൽ നിന്ന് ഇതാ ശക്തി പുറപ്പെടുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ സ്പർശിക്കുവാൻ, നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി ഇതാ കർത്താവ് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നു. ഈശോയെ നമുക്ക് സ്തുതിക്കാം. ഒരൊറ്റ സമൂഹമായി ലോകം മുഴുവനിലും ഷെക്കീന ടിവിയിലൂടെ, മീഡിയയിലൂടെ ഇപ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന ലക്ഷക്കണക്കിന് മക്കൾ ഒറ്റ ആരാധന
ആരാധനാ സമൂഹമായി ഒന്നു ചേർന്ന് ലോകം മുഴുവനും വേണ്ടി ആരാധിച്ച് സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന, യേശുവേ മഹത്വം, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ, യേശുവേ ആരാധന, യേശുവേ മഹത്വം, ഹല്ലേലൂയ, 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 ആരാധന, 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 ആരാധന. എല്ലാവരും സ്തുതിച്ചേ, ആരാധിച്ചേ, ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, ആരാധനയ്ക്കു യോഗ്യനെ എല്ലാവരും ചേർന്ന് ആരാധനയ്ക്ക് യോഗ്യനായവനെ ആരാധിക്കട്ടെ. ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ യേശുവിന്റെ സ്നേഹം കൊണ്ട് നിറയട്ടെ. അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് എല്ലാ ആരാധനയ്ക്ക് യോഗ്യനായവനെ, ആരാധനയിൽ വാഴുന്നവനെ, സ്തുതികളിൽ വാഴുന്നവനെ എല്ലാവരും ആരാധിക്കട്ടെ. യേശുവേ, 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 അങ്ങയുടെ ജനത്തെ തൊടണമേ, അങ്ങയുടെ മക്കളെ സ്പർശിക്കണമേ, ഓരോ ഭവനങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ. രോഗികളുടെ അടുത്തേക്ക്, ദുഃഖിതരുടെ അടുത്തേക്ക്, പീഡിതരുടെ അടുത്തേക്ക്, ബന്ധിതരായവരിലേക്ക് യേശുവേ കടന്നു ചെല്ലണമേ, തൊടയണമേ. ആണിപ്പഴുതുള്ള കരങ്ങളാൽ അങ്ങ് തൊട്ട് സുഖപ്പെടുത്തണമേ, ആശ്വസിപ്പിക്കണമേ, അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, യേശുവേ എന്ന് വിളിക്കട്ടെ, യേശുവേ എന്ന് വിളിച്ച് പാടട്ടെ. നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, ഇരുകരങ്ങൾ ഉയർത്തി ഒറ്റവിളി യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാത്തുമായിലെ മാലാക പഠിപ്പിച്ച പ്രാർത്ഥന ലോകം മുഴുവനും വേണ്ടി മാപ്പ് ചോദിച്ചുകൊണ്ട് ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ പ്രാർത്ഥനയുടെ വിഷയം ഇതാണല്ലോ, യേശുവിനെ അറിയാത്ത മക്കൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കേരളത്തിന് വേണ്ടി, ഭാരതത്തിന് വേണ്ടി, ലോകരാജ്യങ്ങളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് 780 കോടി ജനത്തെയും കർത്താവ് സ്പർശിക്കുവാൻ പ്രാർത്ഥനയിലൂടെ ലോകത്തെ സ്പർശിക്കുക എന്ന ഈ ശുശ്രൂഷയിലൂടെ യേശുവിനെ അറിയാത്ത മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാം. എൻ്റെ ദൈവമേ, എന്റെ ദൈവമേ, ഞാനെങ്കിൽ വിശ്വസിക്കുന്നു, ഞാനെങ്ങെ ആരാധിക്കുന്നു, ഞാനെങ്കിൽ പ്രത്യാശ അർപ്പിക്കുന്നു, ഞാനങ്ങേ സ്നേഹിക്കുന്നു. അങ്ങിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങേ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങേ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. യേശുവേ, അങ്ങേ അറിയാത്ത എല്ലാ ജനത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. 5 വൻകരകൾക്ക് വേണ്ടി, 780 കോടി ജനത്തിന് വേണ്ടി, നാനാജാതി മതസ്ഥർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ, യേശുവേ കനിയണമേ, രക്തത്താൽ കഴുകണമേ, ലോക ജനതയെ വീണ്ടെടുക്കണമേ. എല്ലാവരും യേശുവിനെ അറിയട്ടെ, എല്ലാവരും രക്ഷ പ്രാപിക്കട്ടെ. യേശു ക്രിസ്തുവിലൂടെ ലോകം മുഴുവൻ രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ, യേശുവേ കനിയണമേ. ദൈവമേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഒരു കാര്യം പറഞ്ഞത് വീണ്ടും ഓർപ്പിക്കുകയാണ്. ഫോട്ട ദൈവവചന ശുശ്രൂഷയിൽ ഓരോ പ്രശ്നങ്ങളുമായിട്ട് വന്നവരോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു: പ്രശ്നങ്ങൾ മാറാൻ പ്രാർത്ഥിക്കണ്ട, ഇതോർത്ത് സ്തുതിച്ച് ഇതുപോലെയുള്ള അനേകായിരങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന വഴി നാനാജാതി മതസ്ഥർ നമ്മുടെ സെൻറ്ററിലേക്ക് വരാൻ തുടങ്ങി. കാരണം മദ്യപാനിയായിട്ട് ക്രിസ്ത്യാനി മാത്രമല്ല, മറ്റു മതക്കാരുമുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് സ്പർശനം കിട്ടി. സാമ്പത്തിക തകർച്ച എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട്. അവർക്ക് അനുഗ്രഹം മധ്യസ്ഥ പ്രാർത്ഥന വഴി കിട്ടി. അവർ മധ്യസ്ഥം വഹിച്ച സെൻറ്ററിലേക്ക് ആകർഷിക്കപ്പെട്ടു. ഇത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. മധ്യസ്ഥ പ്രാർത്ഥന വഴി അനേകർക്ക് കെട്ടഴിഞ്ഞു കൊടുക്കുമ്പോൾ അവർ മധ്യസ്ഥം വഹിച്ച സെൻറ്ററിലേക്കും ശുശ്രൂഷയിലേക്കും കടന്നു വരും. നമുക്കപ്പോൾ ദൈവവചനം പങ്കുവെച്ചു കൊടുക്കുവാൻ എളുപ്പം കിട്ടി. നാനാജാതി മതസ്ഥരായ അനേകായിരങ്ങൾ ഒന്ന് വചനം കേട്ടു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവനെ നോക്കിയവർ പ്രകാശിതരായി സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നതാണ്. നമ്മൾ തിരുവോസ്തിയുടെ മുമ്പിൽ രാജാതിരാജനായ അനന്ത നന്മയായ അനന്ത സ്നേഹമായ അനന്ത കരുണയായ യേശുവിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ നമ്മൾ ആയിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ആന്തരിക ബന്ധനങ്ങളും മനസ്സിൻ്റെ പിരിമുറക്കങ്ങളും കെട്ടഴിയുന്നു. ശാന്തി സമാധാനം കൈവരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മിൽ നിറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതികഠിനമായ ദുഃഖം 15 പേരുടെ വിട്ടുപോകുന്നു എന്ന് കർത്താവ് ഒരു സന്ദേശത്തിലൂടെ വെളിപ്പെടുത്തി. അതുപോലെ തന്നെ മറ്റുള്ളവരെ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നൊക്കെ മനസ്സിൻ്റെ പീഡകളിൽ നിന്നൊക്കെ സ്വതന്ത്രമാക്കുന്ന വരം 7 പേർക്ക് കർത്താവ് നൽകുന്നു. ഹല്ലേലൂയ. വരം മറ്റുള്ളവരെ സഹായിക്കാനുള്ളതാണ്. അതുകൊണ്ട് വരദാനങ്ങൾക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. തമ്പുരാൻ തരുന്നതനുസരിച്ച് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മളത് ഉപയോഗിക്കണം. ജോയിൻ സ്പെയിൻ വാദസംബന്ധമായ അസുഖം 22 പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നു. കോവിഡ് സംബന്ധമായ ശാരീരിക അവസ്ഥ മാറുന്ന ക്ഷീണം, തളർച്ച ഇവ 120ഓളം പേർക്ക് സൗഖ്യം കൊടുക്കുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ. അനന്ത സ്നേഹമായ ദൈവം മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെട്ട് കുരിശിൽ കിടക്കുമ്പോൾ ഏറ്റവും ആദ്യം ശത്രുക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അന്ന് തന്നെ ക്രൂശിച്ച 1000 2000 പേരെ മാത്രമല്ല, ഇന്നും പാപം ചെയ്തും ദൈവത്തെ തള്ളിപ്പറഞ്ഞും ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ ക്രൂശിക്കുന്ന അനുഭവം, അങ്ങനെയുള്ളവരോടും ദൈവം ക്ഷമിച്ച് അവരൊക്കെ മാപ്പ് കൊടുക്കുന്നു. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. നമുക്കും എല്ലാവരോടും ക്ഷമിക്കാം, എല്ലാവർക്കും മാപ്പ് കൊടുക്കാം. ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിൽ കൂടുതൽ അനേകം എന്നെ മുറിവേൽപ്പിച്ചവരെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഫാത്തിമയിൽ മാലാഖ പഠിപ്പിച്ച മാപ്പപേക്ഷ പ്രാർത്ഥന എല്ലാവർക്കും എത്തിയെല്ലാം. എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങിൽ പ്രത്യാശ അർപ്പിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി
അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് ഞാൻ വേണ്ടി അങ്ങയോട് ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. മാപ്പ് ചോദിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 ലോകം മുഴുവൻ ദൈവത്തിന്റെ കരുണ, സൗജന്യ പാപമോചനം, യേശു നാമത്തിലുള്ള ആ സൗജന്യ പാപമോചനം ലോകം മുഴുവൻ നാനാജാതി മതസ്ഥർക്ക്, കോടാനുകോടി മക്കൾക്ക്, ലോകരാഷ്ട്ര നേതാക്കൾക്ക്, സഭാ ശുശ്രൂഷകർക്ക് എല്ലാവർക്കും ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനിയുള്ള 16 ദിവസത്തെ പാപപരിഹാര പ്രായശ്ചിത്ത ശുശ്രൂഷയിൽ നമുക്ക് കൂടുതൽ പേരെ പങ്കെടുപ്പിക്കുവാൻ പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം. ഹല്ലേലൂയ. 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 യേശുവിനെ സാക്ഷ്യം വഹിക്കുന്ന, ഭയം കൂടാതെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന ഈ ചാനലിൻ്റെ ഷെക്കൈന ടെലിവിഷന് വേണ്ടിയും ഗുഡ്നസ് ശാലോം അടക്കമുള്ള എല്ലാ മാധ്യമ ശുശ്രൂഷകൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു കരമുയർത്തി അനേകായിരം മാധ്യമ പ്രവർത്തകരെ പരിശുദ്ധാത്മാവിടെ നിറയ്ക്കണമേ. 10,000 ലക്ഷക്കണക്കിന് ഇത് കാണുന്നവരെ പരിശുദ്ധാത്മാവ് കൊണ്ടും ദൈവിക വിശുദ്ധി കൊണ്ടും ദൈവിക ജ്ഞാനം കൊണ്ടും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. 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 പ്രൈസ് ദി ലോർഡ്. ദൈവഹിതപ്രകാരമുള്ള ശുശ്രൂഷകൾ ഷെക്കൈന ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്യപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. 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 ഷെക്കൈന ടെലിവിഷന്റെ സാമ്പത്തികവും മറ്റുള്ള എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഷെക്കൈന ടെലിവിഷൻ DTH പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാകുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, 1 മണിക്കൂർ ദിവ്യകാരുണ്യ ആരാധനയിൽ ചെലവഴിക്കാൻ സമയം കിട്ടുമ്പോൾ അത് ലോകം മുഴുവനും വേണ്ടിയുള്ള ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ നിമിഷം കൂടിയാക്കി നമുക്ക് മാറ്റാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 നമുക്കെല്ലാവർക്കും വിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമ്മൾ എവിടെയായിരിക്കുന്നുവോ അവിടെ സുഖപ്രദമായിരിക്കുകയോ മുട്ടുകുത്തുകയോ മറ്റേതെങ്കിലും രീതിയിൽ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് സമയം ചെലവഴിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. സ്തുതിക്കുന്നു കർത്താവേ, ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ. 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 യേശുവേ കരുണയായിരിക്കണമേ. ലോകം മുഴുവന്റെ മേൽ അങ്ങയുടെ കരുണ വർഷിക്കണമേ. യേശുവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു. യേശുവേ. ഈശോ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിന്റെ നിലവിളിക്ക് ഉത്തരമായി നിത്യനാശത്തിലേക്ക് പോകുന്ന ആത്മാക്കളെ യേശുവിനായി നേടുവാൻ, സഹനങ്ങൾ കാഴ്ചവെച്ച് പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ള വ്യക്തികൾ, നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും, നിങ്ങൾ ഈ ദിനങ്ങളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പരിത്യാഗ പ്രവൃത്തികൾ ഏതെല്ലാം എന്നതും വാട്സപ്പിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. വാട്സപ്പ് നമ്പർ 9496178411. ഇമെയിൽ shekinaprayerbank@gmail.com. ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ
ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോക സുഖങ്ങളും സൗഭാഗ്യമൊക്കെയും ആത്മാവെ നേടുവാൻ ഞാൻ ത്യജിക്കാൻ, ലോകം നൽകിയിടുന്ന നൊമ്പരമൊക്കെയും ആത്മാക്കൾക്കായി ഞാൻ കാഴ്ച നൽകാം.